ഹായ് എവ്രി വൺ. നമ്മളെ നാട്ടിൽ നിന്ന് ചില മദ്രസ പൊട്ടത്തികള് സിറിയയിലോട്ട് ആട് മേക്കാൻ പോയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അമേരിക്കയില് കേംബ്രിഡ്ജിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, ഒരു ടീനേജ് പെൺകുട്ടി ഇറാനിലോട്ട് ആട് മേക്കാൻ പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. അവളുടെ പേരാണ് കാല വാൽഷ്. അപ്പോൾ ഇവള് എങ്ങനെ അമേരിക്കയിൽ മാച്ച കുടിച്ചുകൊണ്ടിരുന്നിട്ട് എങ്ങനെയാണ് പിന്നെ ഇറാനിലോട്ട് എത്തിയത് എന്നുള്ള ട്രാജക്ടറി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. എന്തുകൊണ്ടായിരിക്കും ആട് മേക്കാൻ ഇത്ര പൂതി? ഈ കുട്ടി ഒരു സമയത്ത് ന്യൂയോർക്ക് ടൈംസ് ഇവളെ കുറിച്ച് പറഞ്ഞിരുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലെ ടീൻ വണ്ടർ എന്നാണ്. അങ്ങനെ ഹൈപ്പ് ചെയ്ത ഒരാളെ വർഷങ്ങൾക്കുള്ളിൽ US ഗവൺമെന്റ് വാച്ച് ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ ബെയ്റൂത്തിൽ താമസിക്കുകയും ഇറാനിലെ സ്റ്റേറ്റ് മീഡിയയിൽ വരികയും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളായി മാറി. ഈ ഒരു ട്രാജക്ടറി സാധാരണ ഒരു പൊളിറ്റിക്കൽ ജേണി അല്ല, സാധാരണ ആളുകൾക്കുള്ള ഒരു കരിയർ പാത്ത് അല്ല ഇത്. ഈ കുട്ടിക്ക് ഇപ്പോൾ 21 വയസ്സായിട്ടുള്ളൂ. സാധാരണ 21 വയസ്സല്ല ഒരാളുടെ കരിയർ പാത്ത് എന്തായിരിക്കും? ചിലപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യായിരിക്കും, ചിലപ്പോൾ ബേൺ ഔട്ട് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ജോലി നോക്കുമായിരിക്കും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് തയ്യാറെടുക്കായിരിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് സ്റ്റാർബക്സിൽ പോവും, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാക്ക് ആർട്ടിക്കിൾ എഴുതും. ഇങ്ങനെയൊന്നും അല്ലേ കാല വാൽഷിന്റെ ഒരു ട്രാജക്ടറി. ഇവിടെ ഒരു ഫുൾ ഇന്റർനാഷണൽ പ്രൊപ്പഗൻഡ സൈഡ് ക്വസ്റ്റ് ആണ് ഈ കുട്ടി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷന്റെ സോഴ്സ് ജോയ് സോളമൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ദ ഫ്രീ പ്രസ്സിൽ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ഞാൻ ആ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ആ ആർട്ടിക്കിൾ വായിക്കുക. ആർട്ടിക്കിൾ പേവാളിലാണെന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ വായിച്ച് നോക്കിയാൽ മതി. സോ ആ ജോയ് സോളമൻ എഴുതിയ ആർട്ടിക്കിളിൽ പറയുന്ന സോഴ്സസ് ആയാലും അതിൽ പറയുന്ന ഫാക്ട്സ് ആയാലും ഫിഗേഴ്സ് ആയാലും ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ ചെയ്തിട്ടില്ല. അദ്ദേഹം പ്രസന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ റിസർച്ചും അദ്ദേഹം സംസാരിച്ച ആളുകളും അദ്ദേഹത്തിന് ഉള്ള US മിലിറ്ററിയിലുള്ള സോഴ്സസും അതിന്റെ പുറത്തുനിന്നുള്ള ക്യൂബയിലുള്ള സോഴ്സസും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഫാക്ട്സ് വെരിഫൈ ചെയ്യാവുന്നതാണ്. ശരിക്കും ഈ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ, ഇവളുടെ ഈ കരിയർ ട്രാജക്ടറി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും, ഞെട്ടിപ്പോവും. കാരണം സാധാരണ ഒരു ആക്ടിവിസ്റ്റിന്റെ ഒരു കരിയർ ട്രാജക്ടറി അല്ല ഈ കുട്ടിയുടേത്. ഇത് 6 ഡോക്യുമെന്ററീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിക്കുള്ള സ്ക്രിപ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട് ഇവളുടെ ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ ഇവള് ഇറാനിലെത്തി എന്നുള്ള കഥ വായിച്ചു കഴിഞ്ഞാൽ. സോ ഇത് ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് റിസർച്ച് ചെയ്തപ്പം ഓരോ ആർട്ടിക്കിൾ വായിക്കുമ്പോഴും ഓരോന്ന് റിസർച്ച് ചെയ്യുമ്പോഴും ഞാൻ തന്നെ ഞെട്ടിപ്പോവുക. അപ്പോൾ ഞാൻ ഞെട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങളും കൂടെ ഞെട്ടിക്കണല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവളുടെ ഈ കഥയിൽ എലൈറ്റ് സ്കൂൾസ് വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് ക്യാമ്പയിൻ വരുന്നുണ്ട്, DSA പൊളിറ്റിക്സ്, ക്യൂബയിലോട്ടുള്ള ട്രിപ്പ്, കമ്മ്യൂണിസ്റ്റ് നെറ്റ്വർക്കിംഗ്, മാർക്സിസ്റ്റ് മില്യനെയർ, ബർക്ക്ഷയറിലുള്ള കോമ്പൗണ്ട്, ആന്റി ഇസ്രായേൽ സബോട്ടേജ് മീഡിയ, ഹെസ്ബുല്ല കൺട്രോൾ ചെയ്യുന്ന ബെയ്റൂത്ത്, അങ്ങനെ പല പല കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ പെട്ടെന്ന് എന്നായി പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ കുട്ടിയുടേത്. സോ ഇത് നമ്മളെ ഒരു ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിന് പോലും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നില്ല. അത്രക്കും ഡൈനാമിക് ആയിട്ടാണ് ഈ കുട്ടിയുടെ ഷിഫ്റ്റ്. ഇപ്പൊ ഈ കുട്ടിക്ക് ആകെ 21 വയസ്സായിട്ടുള്ളൂ. ഇവരുടെ ഒരു ആക്ടിവിസം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരു 15ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഈ കുട്ടി ഒഫീഷ്യലായിട്ട് ആക്ടിവിസത്തിലോട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോ ആസ്പെക്റ്റ് ആയിട്ട് പരിശോധിക്കാം. സോ ഞാൻ ഈ വീഡിയോ പാർട്സ് ആക്കിയിട്ട് ഓരോ പാർട്സ് ആയിട്ട് എങ്ങനെയാണ് ഇവള് ഇറാനിലോട്ട് എത്തിപ്പെട്ടത് എന്ന് വെച്ചാൽ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇറാനിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത് ഞാൻ പാട്ടായിട്ട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം. കാരണം ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, മനസ്സിലാക്കി വെക്കേണ്ട ഇൻഫർമേഷനും നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനും മിസ്സായി പോകും. സോ അത് കാരണം ഞാൻ ഒരു ഡീറ്റെയിലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നോക്കാം. സോ പാർട്ട് 1 ആണ് ഫ്രം കാംബ്രിഡ്ജ് പ്രോഡിജി ടു പൊളിറ്റിക്കൽ സെലിബ്രിറ്റി. ആരാണ് ഈ പെൺകുട്ടി? ആരാണ് കാല വാൽഷ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാംബ്രിഡ്ജ് മാസച്യൂസെറ്റ്സിലാണ് ഈ കുട്ടി വളർന്നത്. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്തുള്ള ചെറിയ മക്കള് ABCD പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെറ്റിലർ കൊളോണിയലിസത്തെ കുറിച്ച് എസ്സേ എഴുതി തുടങ്ങും. അങ്ങനത്തെ ഒരു ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് കാംബ്രിഡ്ജിലുള്ളത്. ഈ കുട്ടിയുടെ ഫാമിലി എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഫാമിലിയാണ്. ഇവളുടെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ലിറ്ററേച്ചർ പ്രൊഫസറാണ്. ക്രിസ് വാൽഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആള് ഇംഗ്ലീഷിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. അതുമാത്രമല്ല സോൾ ബെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൊബേൽ പ്രൈസ് വിന്നറിന്റെ ലോങ് ടൈം സെക്രട്ടറി ആണ് ആള്. സോ ചില്ലറക്കാരനല്ല.
അതുപോലെ ഈ കുട്ടിയുടെ അമ്മ മേരി സുലിവൻ വാൾഷ്, ഇവര് ഹാർവേഡ് എക്സ്റ്റൻഷനും അവരുടെ സമ്മർ സ്കൂളിലൊക്കെ ഫിക്ഷൻ റൈറ്റിംഗ് പഠിപ്പിക്കുന്ന ആളാണ്. അവരും ലെക്ചററാണ്. കൂടാതെ അവര് ടീൻസിന് വേണ്ടിയിട്ട് നോവൽസ് എഴുതുന്ന ഫാമിലിയാണ്. ഇവള് കൂടാതെ വേറെ 3 മക്കളുണ്ട്. അപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആടുമേക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവരെ പാരൻസിന്റെ ബേസ്മെന്റിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഒക്കെ കണ്ട് ആവേശം കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ കുട്ടി ഒരു ഇന്റലക്ച്വൽ ഓവർ അച്ചീവ്മെന്റ് സോണിൽ നിന്നാണ് ഇറാനിലോട്ട് പോയിട്ടുള്ളത്. ഈ കാല വാൾഷ് ഒരുപാട് എലൈറ്റ് സ്കൂൾസിൽ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഷേഡി ഹിൽ, അതുപോലെ വിൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എലൈറ്റ് സ്കൂളിലാണ് സ്കൂളിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇവൾക്ക് പൊളിറ്റിക്സിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 15ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ആയിട്ട് ഇവളുടെ ആക്ടിവിസം തുടങ്ങുന്നത്. ഒരു ക്ലൈമറ്റ് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് 1000കണക്കിന് ആളുകളെ ഇവള് സോഷ്യൽ മീഡിയ വഴി മൊബിലൈസ് ചെയ്തു. പിന്നെ 17ാം വയസ്സിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക അഥവാ DSA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അതിന്റെ നാഷണൽ കൺവെൻഷനിൽ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ഡെലിഗേറ്റ് ആയിട്ട് ഒരാളായി അവള് വന്ന്. ആൻഡ് ഇവളുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഫാമിലിനെ ഇവൾക്ക് നന്നായിട്ട് പെർസ്യൂഡ് ചെയ്യാൻ പറ്റും. ഇവള് പറയുന്ന രീതിയിലാണ് അവർ വോട്ട് ചെയ്യുക. അത്രയും അവൾക്ക് അവളുടെ സ്വന്തം ഫാമിലിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞത് ഒരു ഇന്റർവ്യൂല്. ആൻഡ് ഈ 17ാമത്തെ വയസ്സിൽ ഇവളിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അതും ഫ്രോണ്ടൽ ലോബ് കംപ്ലീറ്റ് ഡെവലപ്ഡ് ആവാത്ത ഈ കുട്ടി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് ആ കുട്ടിക്കുണ്ട്. ആൻഡ് ആ ഒരു കോൺഫിഡൻസ് സാധാരണ ഒരാളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയല്ല, ഒരു വേറെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ കുട്ടി പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ പാരൻസ് വോട്ട് ചെയ്യുക. അങ്ങനെ എത്ര ആൾക്കാർക്ക് വീട്ടിൽ നമ്മൾ പറയുന്ന പോലെ പാരൻസ് വോട്ട് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, അതും വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ. നിങ്ങൾ ടീനേജേഴ്സ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പാരൻസിനോട് ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് കേൾക്കുമായിരുന്നോ? പക്ഷേ ഈ പ്രൊഫസേഴ്സ് ആയിട്ട് ഇവളുടെ പാരൻസ് ഇവള് പറഞ്ഞ രീതിയിൽ വോട്ട് ചെയ്യുന്നു. അപ്പോഴെനിക്ക് തോന്നി ഈ കുട്ടിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ വേറെ തന്നെയാണെന്നുള്ളത്. കേംബ്രിഡ്ജിലെ ക്ലാസ്മേറ്റ്സ്, അപ്പൊ അവളുടെ ക്ലാസ്മേറ്റ്സ് ആയാലും അവളെ ഒരു സെലിബ്രിറ്റിനെ പോലെ കണ്ടിരുന്നത്. കാരണം അവളുടെ ബോസ്റ്റൺ മാഗസിന്റെ ഒരു റൈറ്ററാണ് ടോം മെഗ്രാത്ത്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ് എന്നെ നന്നായിട്ട് ഹിറ്റ് ചെയ്തത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അവളുടെ സംസാരത്തിന്റെ റിതം, ടോൺ എല്ലാം ഒരു നോർമൽ ടീനേജർ പോലെയാണ്. പക്ഷേ അതിന്റെ കണ്ടന്റ് ഒരു സാധാരണ ടീനേജർ പോലെ ഇല്ല എന്നുള്ളത്. കാരണം സാധാരണ ഒരു ടീനേജറിന് ഒരു 17-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്തായിരിക്കും അവരുടെ ഒരു മനസ്സിലുണ്ടാവുക? കുറച്ച് പാർട്ടി, അല്ലെങ്കിൽ ഹോംവർക്ക്, അല്ലെങ്കിൽ കുറച്ച് ക്രഷസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇവളുടെ ഐഡിയോളജി, എംപയർ, പവർ സ്ട്രക്ചർ, അങ്ങനെയൊക്കെയാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. ആൻഡ് ഈ കുട്ടി നാഷണൽ ലെവലിൽ ബ്രേക്ക് ഔട്ട് ആയത് എങ്ങനെയാന്ന് വെച്ചാല്, അവിടുത്തെ ഒരു സെനറ്റർ എഡ് മെർക്കിയുടെ ഇലക്ഷൻ സംബന്ധമായിട്ടാണ് ഈ കുട്ടി നാഷണൽ ലെവലിൽ ചെറുതായിട്ട് അറിയപ്പെടുന്നത്. 2020 റീ എലക്ഷൻ ക്യാമ്പയിനിൽ എഡ് മെർക്കിക്ക് ഓപ്പോസിറ്റായി നിന്നിരുന്നത് ജോൺ കെന്നഡി തേർഡ് ആയിരുന്നു. ആൻഡ് ആ സമയത്ത് ഈ എഡ് മെർക്കി ജോൺ കെന്നഡിയുടെ പോൾസിന് ബാക്കിലായിരുന്നു. ജോൺ കെന്നഡി തേർഡ് ആണെന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത ഒരുപാട് അയാൾക്ക് കൂടുതലായിരുന്നു. കാരണം അയാളുടെ ഫാമിലി നെയിം ഉണ്ട്, കെന്നഡി ഫാമിലി നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ആ ഫാമിലി നെയിം ഉണ്ട്, ഫാമിലിന്റെ ലെഗസി ഉണ്ട്. ലെഗസി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉപ്പുപ്പാന്റെ ലെഗസിയാണ് ഓർമ്മ വരുന്നത്, വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. ഓക്കെ, അപ്പം കെന്നഡിക്ക് ഫാമിലി ലെഗസി ഉണ്ട്. അതുപോലെ ഏജിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആൾ അത്യാവശ്യം ഏജ്ഡ് ആണ്. മെർക്കി ആണെന്നുണ്ടെങ്കിൽ അത്ര ഏജ് ഇല്ല. സോ ഏജിന്റെ അഡ്വാൻറ്റേജ് ആ സമയത്ത് ആൾക്ക് ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ കാല വാൾഷിന്റെ കടന്നുവരവ്. പക്ഷേ ഇവള് വന്നതിന് ശേഷം മാർക്കിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സ് പോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയും കുറെ യങ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിലോട്ട് ക്യാമ്പയിൻ ചെയ്ത് ജെൻസി വോട്ട് ചെയ്യേണ്ടത് മെർക്കിക്കാണ്. കാരണം അയാളാണ് നമ്മളുടെ സൊസൈറ്റിക്ക് നല്ലത്, അയാളുടെ അടുത്താണ് ഒരുപാട് ലിബറൽ പോളിസീസ് ഉള്ളത്, കെന്നഡിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് യൂത്തിനെ മൊബിലൈസ് ചെയ്യാൻ അവൾക്ക് പറ്റി. അവൾക്ക് നന്നായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ആളുകളെ മൊബിലൈസ് ചെയ്യാനും അറിയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള വോയിസ് ആയിരുന്നു. ജെൻസിക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ്. ആൻഡ് ഈ മെർക്കിനെ അവള് ക്ലൈമറ്റ് വാരിയർ, അതുപോലെ ആന്റി കോർപ്പറേറ്റ് ഡെമോക്രാറ്റ്, പ്രോഗ്രസീവ് എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കേജ് ചെയ്തു. അങ്ങനെ റീപാക്കേജ് ചെയ്തു. അവളുടെ ബ്രാൻഡിങ് തന്നെ കംപ്ലീറ്റ് ഇവള് മാറ്റി തീർത്തു. ഇവളൊറ്റക്കല്ല, ഇവളുടെ കൂടെയുള്ള ഒരു ടീമും. അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് വർക്കായി. ആ ഇലക്ഷനിൽ മെർക്കി ജയിച്ചു, കെന്നഡി തോറ്റു. മെർക്കി ജയിച്ചതിന് ശേഷം അവര് ഈ യൂത്ത് മൂവ്മെന്റിനെ നന്നായിട്ട് പ്രേസ് ചെയ്യുകയും കാല വാൾഷിനെ പൊക്കി പറയുകയും ചെയ്തു. അവരുടെ എഫേർട്ടിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനുശേഷം ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ ബോസ്റ്റൺ മാഗസീന് എന്നുള്ള ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കൂടെ വാൾഷിനെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ആർട്ടിക്കിൾസ് എഴുതാൻ തുടങ്ങി. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് അവൾ യൂസ് ചെയ്തിരുന്ന ഒരു മെർച്ച് ഉണ്ട്, ടീഷർട്ട്, ഗ്രീൻ ന്യൂ ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള ടീഷർട്ട്, അതിനനുസരിച്ചിട്ടുള്ള ഫേസ് മാസ്ക്, അവളുടെ സോഷ്യൽ മീഡിയ സ്കിൽസ്, ഇതിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഇവര് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എഴുതാൻ തുടങ്ങി കുട്ടിനെ കുറിച്ചിട്ട്. കാരണം ആ കുട്ടിക്ക് ആ സമയത്ത് 16 വയസ്സുള്ളൂ എന്നുള്ളത് ഓർക്കണം.
അങ്ങനെ 16 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്ത് ഒരാളെ വിജയിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഇവിടെ ഫ്യൂച്ചർ ഓഫ് ഡെമോക്രാറ്റ് പൊളിറ്റിക്സ് എന്നാണ് വിളിച്ചത്. 16 വയസ്സിൽ തന്നെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ന്യൂയോർക്ക് ടൈംസിൽ വരും എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടിക്ക് അത് വളരെ അച്ചീവ്മെന്റ് ആയിട്ട് ആ സമയത്ത് തോന്നിയിരിക്കണം. അവിടെ നിന്നും 5 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടി ബെയ്റൂത്തിലാണ് താമസിക്കുന്നത്. IRGCയുമായിട്ട് ഇറാനിലെ ഇസ്ലാമിക് റെജിമുമായിട്ട് ക്ലോസ് ബന്ധം പുലർത്തുന്ന ഒരാളായിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻസിഡന്റ് 5 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടി മാറിപ്പോവാണ്. ആൻഡ് ഇത് എന്ന് വെച്ചാൽ ഈ ഒരു ഇൻസിഡന്റും 5 വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഇറാനിലെത്തുന്നതും ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന വെച്ചാൽ ഈ ഒരു 5 വർഷം എന്തുണ്ടായി. സോ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്വിസ്റ്റ് ആണ്. പാർട്ട് 2 ഡെമോക്രാറ്റിക് ഫേസ് എന്താണ് ഈ കുട്ടി അതിന്റെ ശേഷം ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവൾക്ക് ഈ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിനോടുള്ള ഇൻട്രസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. ചെയ്യാനുള്ള റിഗർ ഒക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ മേർക്ക് ജയിച്ചിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവള് അയാളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് സമരം ചെയ്യണം. അയാളുടെ ഒരു ഇന്റർനാഷണൽ സ്പെൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പോളിസി ഇവൾക്ക് ഇഷ്ടമല്ലാണ്ടാവുകയും സോ ഇവള് ഇലക്ഷന് കയറാൻ ജയിക്കാൻ സഹായിച്ച ഇയാൾ തന്നെ ഇയാളെതിരെ തിരിഞ്ഞിട്ട് ഇവള് അയാളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് സമരം ചെയ്യുകയും ചെയ്യണം. ആൻഡ് ഇവള് സമരം ചെയ്യുന്ന ആരുടെ ഒപ്പാണ്? ഈ കോഡ് പിങ്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ദ പീപ്പിൾസ് ഫോറം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും അതിന്റെ ആളുകളുടെ ഒപ്പമാണ് ഇവള് അവിടെ സമരം ചെയ്തിരുന്നത്. ആൻഡ് ഈ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്ന നെവിൽ റോയ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ജോഡി ഇവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇവര് കപ്പിൾസ് ആണ്. ഇവർക്ക് ചൈനീസ് ഇന്റലിജൻസ് ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവരെന്തായാലും ആ ലിങ്ക്സ് നിഷേധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവര് ചൈനീസ് ഇന്റലിജൻസിന്റെ അസറ്റ്സ് ആണെന്നുള്ളതാണ് US ഗവൺമെന്റ് ആ സമയത്ത് ആരോപിച്ചിരുന്നത്. സോ ഇവരുടെ കൂടിയാണ് ഈ കാലോവാൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് 16 വയസ്സുള്ള കുട്ടി സമരം ചെയ്യുന്നത്. ഇപ്പൊ തൊട്ടിട്ട് ഒരു സിമ്പിൾ ആക്ടിവിസ്റ്റ്, ഒരു സിമ്പിൾ പ്രോഗ്രസീവ് ലിബറൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ലെവലും ആ സോണും മാറിക്കഴിഞ്ഞ് ഒരു ഡേഞ്ചർ സോണിലോട്ട് കിടക്കുകയാണ്. കാരണം ഇത്രയും കാലം അവിടെ ഇവിടെ ചെറിയ സമരം, ഒരാളെ ഇലക്ഷനിൽ കയറാൻ സഹായിക്കുന്നു, അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇനിയിപ്പം ചൈനീസ് ഇന്റലിജൻസ് ഏജൻസി ആയിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ കൂടെ കൂടി സമരം ചെയ്യുന്നു. സോ ഇത് കുറച്ചും കൂടി ഡേഞ്ചർ സോണിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പിൻ ചെയ്യാണ്. ആൻഡ് അതേ സമയത്ത് തന്നെ വേറൊരു ഇൻസിഡന്റ് കൂടി ഉണ്ടാവാണ്. 2022 അവളൊരു മീറ്റു ആരോപണം രേഖപ്പെടുത്താണ് അവളുടെ സോഷ്യൽ മീഡിയ വഴി. 27-കാരനായിരുന്ന ഒരു ക്യാമ്പയിൻ മാനേജർ അവള് 16 വയസ്സുള്ള സമയത്ത് അവളെ ഗ്രൂം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു അലഗേഷൻ അയാൾക്കെതിരെ ഉയർത്തുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റീസൺ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോന്റെ അവസാന ഭാഗം പറയാം. എന്തുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എനിക്ക് എന്തുകൊണ്ട് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി എന്ന് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. അപ്പൊ 2022 ഇവളിങ്ങനെ ഒരു മീറ്റു അലിഗേഷൻ ചെയ്യണ്ടായി. ഈ ഒരു ഇൻസിഡന്റും കൂടിയിട്ടിപ്പം അവൾക്കൊരു പൊളിറ്റിക്കൽ ഡിസില്യൂഷൻമെന്റ് ഉണ്ടായി. കാരണം അവള് വർക്ക് ചെയ്ത പാർട്ടിനോടും ഒരു ദേഷ്യം പോലെ അവര് കറപ്റ്റ് ആണ്, അതുപോലെ ഒരു പേഴ്സണൽ ബിട്രയൽ അവൾക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഒരു മോറൽ ഇന്റൻസിറ്റി കൂടി വരുന്ന വേറൊരു സംഭവം കൂടെ സമയത്തുണ്ടായി. 2022 അവളുടെ യങ്ങർ സിസ്റ്റർ സിസിക്ക് ടീച്ചർ ഒരു ഹോംവർക്ക് കൊടുക്കുകയാണ്. കൊളോണിയലിസത്തിന്റെ മോശം വശങ്ങളും നല്ല വശങ്ങളും എഴുതി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു ഹോംവർക്ക് കൊടുക്കണം. ഇത് കണ്ട കാല ആകെ ചൂടായി. കൊളോണിയലിസത്തിന്റെ നല്ല വശങ്ങൾ ഒരിക്കലും ചോദിക്കരുതായിരുന്നു, കൊളോണിയലിസത്തിന് അങ്ങനെ നല്ല വശങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പോസ്റ്റ് ഇട്ടു. അത് കുറച്ച് വൈറലാവുകയും ഒരുപാട് ആൾക്കാരെ അവളെ പ്രശംസിക്കുകയൊക്കെ ചെയ്യായിരുന്നു. സോ അങ്ങനെയാണ് അവൾക്ക് ഈ സിസ്റ്റത്തിനോടുള്ള ദേഷ്യമൊക്കെ കൂടി വരുന്നത്. ആൻഡ് ഈ അനിയത്തി സിസിനെ തന്നെ ഇവളുടെ പോലെ കുറച്ചും കൂടി ഒരു അൾട്രാ ഫാർ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാന് ശ്രമിച്ചിട്ടുണ്ട്. അത് അവൾ ഓപ്പൺ ആയിട്ട് സമ്മതിക്കുന്ന ചെയ്യുന്നുണ്ട്. അവളുടെ സിസ്റ്ററിനെയും അവളുടെ ഒരു പാത്തിലോട്ട് കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇമ്പീരിയലിസത്തിന്റെ ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അതൊരു സ്റ്റുഡൻസിനെ ഇമ്പീരിയർ വാർ മെഷീൻ ആയിട്ട് മാറ്റുകയാണ്, സ്റ്റുഡൻസിനെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവൾ അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവളുടെ എക്സിൽ ട്വീറ്റ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് നോക്കാം. സോ ഇവിടുന്ന് തന്നെ നമുക്കൊരു പാറ്റേൺ ശ്രദ്ധിക്കാൻ പറ്റും. ഇവള് ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലല്ല ആഗ്രഹിക്കുന്നത്, ഒരു മോറൽ ആബ്സല്യൂട്ടിസം അതാണ് അവൾക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, നീ എന്നെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഒപ്രഷനെ സപ്പോർട്ട് ചെയ്യോ, ലൈക്ക് ഞാൻ ഒപ്രസ്ഡും നീ ഒപ്രസറും, ആ ഒരു ഡൈനാമിക്കിൽ മാത്രമേ പിന്നെ ഈ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആയിപ്പോയി. ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് മുമ്പും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സോ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മളെ ബ്രെയിനിന് കൺഫ്യൂഷൻസ് തീരെ ഇഷ്ടമില്ല. നമുക്ക് എപ്പോഴും ഇതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഈ ഒരു 2 കാറ്റഗറിയിൽ നമുക്ക് എപ്പോഴും സാധനങ്ങൾ ക്ലാസിഫൈ ചെയ്യണം. ഇതിന് നടുക്ക് എന്തെങ്കിലും കൊണ്ടുവിടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് ഒരുപാട് മെന്റൽ ജിംനാസ്റ്റിക്സ് ഇൻവോൾവ് ചെയ്യും. ഒരു സാധനം മോശം അല്ലെങ്കിൽ നല്ലത് എന്ന് പറയാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അതാണ് നമ്മളെ ബ്രെയിനിന് ഏറ്റവും എളുപ്പം അങ്ങനെ ചിന്തിക്കാനായിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കെവിൻ ബട്ടൺ എഴുതിയൊരു ബുക്ക് ഉണ്ട്, വളരെ നല്ല ബുക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, ദ ബേർഡൻ ഓഫ് എ ബൈനറി ബ്രെയിൻ ഇൻ എ കോംപ്ലെക്സ് വേൾഡ്, ഇതാണ് ബുക്കിന്റെ പേര്. സോ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ചിന്തിക്കുന്നു എന്നുള്ളത്
അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് എടുത്ത് വായിക്കാം. ആൻഡ് നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഈ ട്രാപ്പിൽ ചെന്ന് ചാടാറുണ്ട്. അവര് മോശം, നമ്മൾ മാത്രം ശരി, അങ്ങനെ ഒരു ചിന്താഗതിയിൽ എത്തിപ്പെടുന്നത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഒപ്പോണൻസിന്റെ ഭാഗം എപ്പോഴും കേൾക്കാൻ ശ്രദ്ധിക്കുക. അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് കേൾക്കാൻ ശ്രദ്ധിക്കാം. ചിലപ്പോൾ അവർ പറയുന്ന എന്തെങ്കിലും ശരി ഉണ്ട് എന്നുണ്ടെങ്കിലോ നമ്മൾ മാത്രം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നും ഇല്ലല്ലോ. സോ നമ്മളൊരു ഓപ്പൺ മൈൻഡ് വെച്ചിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുക. അങ്ങനെ നമ്മൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളുടെ ട്രാജക്ടറിയും ഇവളുടെ ട്രാജക്ടറിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇവൾക്കും അതാണ് പറ്റിയത്. കാരണം ഇവള് ചിന്തിക്കുന്നത് ഒരുപാട് വോക്കായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റ്, ഞാൻ അപ്രസ്ഡ്, നിങ്ങളൊക്കെ ഒപ്രസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ അഗ്രി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശക്കാരെ, ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. ഇത് ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഞാൻ ഈ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെയുള്ള എസ്കലേഷൻസ് ഒക്കെ നമുക്ക് മോറലി ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നും. പാർട്ട് 3 ക്യൂബ. ഇനി ഈ കുട്ടി ക്യൂബയിൽ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഈ അമേരിക്കയിൽ വളർന്ന ഈ കുട്ടി, അവിടെ വലിയ ആക്ടിവിസും കാര്യങ്ങളൊക്കെ ചെയ്ത കുട്ടി എങ്ങനെ പെട്ടെന്ന് ക്യൂബയിൽ എത്തി എന്നുള്ളത്. ഇവൾക്ക് 17 വയസ്സുണ്ടായിരുന്നുള്ള സമയത്ത് ക്യൂബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് പീപ്പിൾസ്, ICAP എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇവളെ ക്യൂബയിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഇതിന്റെ ഭാഗമായിരുന്ന ഹോസെ പെപ്പെ കോഹൻ എന്ന് പറഞ്ഞൊരു ഫോർമർ ക്യൂബൻ ഇന്റലിജൻസ് ഏജന്റ് ആണ്. അയാൾ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ICAP എന്നുള്ള സംഘടന ക്യൂബൻ ഇന്റലിജൻസ് ആയിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. സോ ഈ കമ്മ്യൂണിസത്തിനോട് വളരെയധികം അനുഭവം പ്രകടിപ്പിക്കുന്ന ആളുകളും അതുപോലുള്ള ആക്ടിവിസ്റ്റുകളും വളരെ നന്നായിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ ക്യൂബക്ക് ഉപകാരപ്രദമാവോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തെ ആക്ടിവിസ്റ്റുകളെ അവർ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ICAP ഈ കാലവാൽസ് എന്നുള്ള കുട്ടി, അഫ്കോഴ്സ് ഈ കാലവാൽസ് ഷോക്കാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, ക്യാപിറ്റലിസ്റ്റുകൾക്കെതിരാണ്, ഇവർക്ക് പറ്റിയൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു ഈ കുട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടീനെ ഇവര് ക്യൂബയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ കുട്ടിക്ക് ആ സമയത്ത് 17 വയസ്സുള്ളൂ നോക്കണം. സോ ഹവാനയ്ക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ആൾക്കാരെ അവര് ക്യൂബയിലോട്ട് റിക്രൂട്ട് ചെയ്യാണ്. ഹവാന എന്ന് പറഞ്ഞ ക്യൂബയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹവാന. കാല എന്ന് പറഞ്ഞ ഈ മദ്രസ പൊട്ടത്തി 2022 മുതൽ 2024 വരെ 4 വട്ടം ക്യൂബ സന്ദർശിച്ചിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ തവണ സന്ദർശിച്ചപ്പോൾ തന്നെ അവൾക്ക് ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് അവൾ പറയുന്നത്. ജീവിതം മുഴുവൻ അബ്സോർബ് ചെയ്ത ഇംപീരിയലിസ്റ്റ് പ്രോപ്പഗാൻഡ അൺലേൺ ചെയ്യാൻ തുടങ്ങിയ അനുഭവമായിരുന്നു ക്യൂബയിൽ നിന്ന്. അതാണ് അവൾ പറഞ്ഞത്. ക്യൂബയെ കുറിച്ച് അമേരിക്കക്കാർ കള്ളം പറയാണ്. ക്യൂബ ശരിക്കും നമ്മൾ TV കാണുന്ന പോലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ക്യൂബയല്ല. വളരെ നല്ലൊരു സ്ഥലമാണ് ക്യൂബ. അമേരിക്കക്കാർ ക്യൂബയെ കുറിച്ച് കള്ളം പറയാണ്. ഞാനിവിടെ വളരെ ഹാപ്പിയാണെന്നാണ് ആ കുട്ടി അന്ന് പറഞ്ഞത്. അവൾ അവിടെ ഒറ്റക്കായിരുന്നില്ല. ഈ ക്യൂബൻ ഗവൺമെന്റ് ഇവളെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക, അർജന്റീന, പലസ്തീൻ, അങ്ങനെ പല സ്ഥലത്തു നിന്നും ഒരുപാട് ബ്രിഗേഡിസ്റ്റേഴ്സിനെ അവർ കൊണ്ടുവന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് ഷുഗർ കെയിൻ. സോ ഇങ്ങനെ ഷുഗർ കെയിൻ പ്ലാന്റേഷനിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, ഫിദൽ കാസ്ട്രോ, ചെഗുവേര അവരുടെ മെമ്മോറിയൽ സൈറ്റ് ഒക്കെ സന്ദർശിക്കുക, റൂറൽ എലക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണുക, അങ്ങനെ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല അവരുടെ ഫ്രീ ഹെൽത്ത് കെയർ മോഡലിനെ പ്രൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മിഗ്വൽ ഡിയാസിനെ അവള് നേരിട്ട് കാണാണ്. പ്രസിഡന്റ് മാത്രമല്ല ടോപ്പ് ക്യൂബൻ ലീഡർഷിപ്പ് ആയിട്ട് അവള് മീറ്റ് ചെയ്യണം. ആൻഡ് ഇത്രയും ഐഡിയോളജിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു 17 വയസ്സുള്ള ഒരു ടീനേജ് ഗേളിന് ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവൾക്ക് തന്നെ സ്വയം തോന്നായിരിക്കും ചരിത്രത്തിൽ ഞാനും ഇടം പിടിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. കാരണം ഒരു 17 വയസ്സുള്ള ചെറിയ കുട്ടിയാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനൊപ്പം കോൺവെർസേഷൻ ചെയ്യുന്നത്. അവരുടെ ക്യാമ്പയിനിങ്ങിനെ കുറിച്ചിട്ടും അവരുടെ ഗവേണൻസിനെ കുറിച്ചിട്ടൊക്കെ. വെറുതെ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി പ്രൈം മിനിസ്റ്ററിന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ എടുക്കില്ല, അവൾ കോൺവെർസേഷൻ ചെയ്യാണ്. അവൾക്ക് തന്നെ സ്വയം തോന്നി കാണണം ഞാൻ വളരെ യൂസ്ഫുൾ ആണ് ഈ കൺട്രിക്ക് എന്നുള്ളത്. പക്ഷെ അവൾ ശരിക്കും യൂസ്ഫുൾ ഇഡിയറ്റ് ആണ്. ഈ ക്യൂബൻ ഇന്റലിജൻസ് അവളെ വെറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടി ഇവളെ യൂസ് ചെയ്യാണെന്നുള്ളത് ഇവള് മനസ്സിലാക്കുന്നില്ല. അത് ഇവള് മാത്രമല്ല, ഒരുപാട് യൂസ്ഫുൾ ഇഡിയറ്റ്സ് പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇവർ യൂസ് ചെയ്യാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കാരണം ഇവരെല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് ചാവാനും മരിക്കാനും ഒക്കെ തയ്യാറാണ്. ആൻഡ് ഈ കാല പിന്നീട് എഴുതിയിട്ടുണ്ട്, ക്യൂബന്ന് എഴുതിയിട്ടുണ്ട് ഇവള്, ഫണ്ടമെന്റലി അൺഡെമോക്രാറ്റിക് US എംപയർ അൺഡെമോക്രാറ്റിക് ആണ്. ആൻഡ് അവിടെ നിന്നെത്തിയ പലർക്കും എങ്ങനെയാണ് എലക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഫങ്ഷണൽ ഇലക്ടോറൽ സിസ്റ്റം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ക്യൂബയിൽ വെച്ചിട്ടാണെന്നാണ് ഇവള് പറയുന്നത്. USA അൺഡെമോക്രാറ്റിക് ആണ്. ശരിക്കും നന്നായിട്ട് ഇലക്ഷൻ നടക്കുന്ന രാജ്യം ക്യൂബയാണ്. അമേരിക്കയിലുള്ള ഇലക്ഷൻസ് ഒക്കെ മോശം, അൺഡെമോക്രാറ്റിക് ആണെന്നാണ് ഇവൾ പറയുന്നത്. പക്ഷെ ഇതുപോലെ ഡെമോക്രാറ്റ്സ് അമേരിക്കയിൽ ഇലക്ഷൻ ജയിച്ചാൽ ഇതുപോലെ പറയുമെന്നുള്ളത് വേറെ കാര്യമാണ്. ഇവള് എഴുതി വായിച്ചപ്പം എനിക്കൊരു ഉത്സാഹം തോന്നിയിട്ട് ഞാൻ ഇവളുടെ എക്സ് ഒന്ന് എടുത്ത് നോക്കി. പണ്ട് ട്വിറ്റർ ആയിരുന്നു, ഇപ്പൊ എക്സ്. അവളുടെ എടുത്ത് നോക്കി. അപ്പൊ അവൾ എഴുതിയിട്ടുള്ളത്
ക്യൂബയിൽ ആരും പട്ടിണി എടുക്കുന്നില്ല, അമേരിക്കയിൽ ഒരുപാട് ആളുകൾ പട്ടിണി എടുക്കുന്നുണ്ട്. അമേരിക്കയിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ആൾക്കാരുടെ പകുതി പോലും ക്യൂബയിൽ പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്നില്ല. ക്യൂബയിൽ ആരും പട്ടിണിയില്ല, അവർക്ക് നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്, അവരുടെ ലൈഫ് അവിടെ അടിപൊളിയാണ്. പിന്നെ അവരുടെ ലൈഫിന് എന്തെങ്കിലും മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അമേരിക്കന്റെ കുഴപ്പമാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ക്യൂബയിൽ ഒരുപാട് ജനങ്ങൾ പട്ടിണി എടുക്കുകയാണ്, അബ്സല്യൂട്ട് പോവർട്ടിയിലാണ് ക്യൂബയിലുള്ള ഒരുപാട് ജനങ്ങൾ. അവരിവളുടെ ഈ ട്വീറ്റ് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇവളെ മട്ടൽ വെട്ടി അടിച്ചേനെ. ഇവളുടെ ഈ ട്വീറ്റ്സ് കണ്ട നമുക്ക് തന്നെ BP കയറും. കാരണം അമ്മാതിരി പൊട്ടത്തിനാണ്, വളരെ വലിയ മൊഴിമുത്തുകൾ എന്നുള്ള രീതിയിൽ എക്സിൽ അച്ചടിച്ച് വിടുന്നത്. ഇത് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വോക്കുകളും. ആൻഡ് ക്യൂബയിൽ നിന്ന് ഇവള് അമേരിക്കയിലോട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് സെക്യൂരിറ്റി ചെക്സ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് മറ്റ് പല ആക്ടിവിസ്റ്റുകളെയും സെക്യൂരിറ്റി ചെക്സ് ഒക്കെ ചെയ്തിട്ടാണ്, പിന്നെ ലോ എൻഫോഴ്സ്മെന്റ് ക്വസ്റ്റ്യനിങ് ഒക്കെ നേരിട്ടിട്ടാണ് പിന്നെ അവര് US വരെ ചെയ്തത്. പക്ഷെ ഈ ട്രിപ്പിന് ശേഷം വലിയൊരു വഴിത്തിരിവുണ്ടായി. അവള് ക്യൂബക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ആക്ടിവിസ്റ്റായി. ആൻഡ് ആ സമയത്ത് ഇവൾക്ക് 18 വയസ്സാണ്. ആൻഡ് ഈ 18 വയസ്സാകുമ്പോൾ തന്നെ നാഷണൽ നെറ്റ്വർക്ക് ഓൺ ക്യൂബയിലെ കോചെയറായി ഇവള്. ആൻഡ് ഇത് ഒരു 60 US മെമ്പേഴ്സ് ഉള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ കോചെയർ ആയിട്ടാണ് ഇവള് മാറുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താ വെച്ചാല് ക്യൂബയായിട്ട് ക്ലോസ് ബന്ധങ്ങൾ സ്ഥാപിക്കുക. ആൻഡ് USA ക്യൂബക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സാങ്ഷൻസ് ഒഴിവാക്കുക, എക്കണോമിക് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക. ഇവള് പല വേദികളിലും കയറിയിട്ട് പറഞ്ഞത് എന്താ വെച്ചാല് ക്യൂബയിലുള്ള അമേരിക്കൻ പോളിസി എക്കണോമിക് ടെററിസം ആണ്, അതുകൊണ്ട് USA ടെററിസം അവസാനിപ്പിക്കണം എന്നാണ് ഇവള് പറയുന്നത്. ആൻഡ് ഇവള് വേറെ പല റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പോളിസി മീറ്റിംഗ്സിലും ക്യൂബ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് അല്ല, US ആണ് എക്കണോമിക് ടെററിസം ചെയ്യുന്നതാണെന്ന് പലവട്ടം ആവർത്തിച്ച്. ആൻഡ് ഞാൻ ഈ സെയിം കാര്യം മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തലക്ക് കൊണ്ടിടുക. അപ്പോൾ വളരെ എളുപ്പമായല്ലോ, കാരണം നമുക്ക് പിന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസം കാരണം നമ്മളെ നാട് കുട്ടിച്ചോറാക്കി നാട്ടുകാർ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കുറ്റം അമേരിക്കക്കാണ്. മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്ത ആ സെയിം ലൈന് ഇവിടുത്തെ സുടുക്കൾ വന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കുട്ടിയും സെയിം ഡയലോഗ്സ് ആണ് അടിക്കുന്നത്. ഒക്കെ അമേരിക്കന്റെ തലയിലാണ്, അമേരിക്കയാണ് പ്രശ്നം. ആൻഡ് ഈ അമേരിക്കൻ മദ്രസ പൊട്ടത്തി ഒരു ഡൊമസ്റ്റിക് ആക്ടിവിസ്റ്റ് മാത്രം എന്നുള്ള നിലയിൽ നിന്ന് പിന്നെ പിടിവിടുകയാണ്. ഗ്രാജുവലി ഒരു ട്രാൻസ് നാഷണൽ ഐഡിയോളജിക്കൽ സർക്യൂട്ടിലോട്ട് ഈ കുട്ടി പോവാണ്. ചാപ്റ്റർ 4 ഫെർജി ചാമ്പേഴ്സ്. സോ ഇനി ഇവളുടെ ലൈഫ് സ്റ്റോറിയിൽ ഫെർജി ചാമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരാള് ഇടം പിടിക്കുന്നുണ്ട്. ആരാണ് ഇയാൾ എന്നല്ലേ? ഈ ഫെർജി ചാമ്പേഴ്സ് എന്നുള്ളത് കോക്സ് എന്റർപ്രൈസിന്റെ ഹെയർ ആണ്, അതിന്റെ അവകാശിയാണ്. ഒരുപാട് അവകാശികളുണ്ട്, അതിലൊരു അവകാശികളാണ് ഇയാൾ. ഇവരുടെ ഈ കോക്സ് എന്റർപ്രൈസസ് ഏകദേശം 33 ബില്യൺ നെറ്റ്വർത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ഇയാൾക്ക് ഒരു $230 മില്യൺ ആണ് ഇയാളുടെ നെറ്റ്വർത്ത്. ഇയാൾ അമേരിക്കൻ ആണ്, പക്ഷെ ഈ നെറ്റ്വർത്ത് ഇയാൾക്കുള്ള എല്ലാ ക്യാഷ് യൂസ് ചെയ്തിട്ട് അമേരിക്ക ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കണം എന്നാണ് ഇയാളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇയാളൊരു സെൽഫ് സ്റ്റൈൽഡ് മാർക്സിസ്റ്റ് ഓർഗനൈസർ ആണ്. ചെയർമാൻ മാവോന്റെ ക്യാപ്പ് ധരിക്കുക, അതുപോലെ തൈസില് മാവോന്റെ ടാറ്റു ഉണ്ട്, സ്റ്റാലിന്റെ ടാറ്റു ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആളൊരു മാർക്സിസ്റ്റ് ആണ്, വളരെ റിച്ച് ആണ്. അങ്ങനെ നല്ലൊരു മാർക്സിസ്റ്റ്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി മാർക്സിസ്റ്റ് ആണ് ഇയാൾ. ഇയാൾ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഇയാളുടെ ഫാമിലി തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ളൊരു പോലീസ് ട്രെയിനിങ് അക്കാഡമിയാണ്. അപ്പൊ ഇയാളുടെ ക്യാഷ് കൊടുത്തിട്ട് ആ ട്രെയിനിങ് അക്കാഡമി നിർത്തി വെപ്പിച്ചു. അങ്ങനെ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുമ്പോൾ പോലീസുകാരൊന്നും വേണ്ട, പോലീസുകാർക്ക് അങ്ങനെ അധികം ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടിയപ്പോൾ അവർ നന്നായി പോണ്ട. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കാരണം ഇവരുടെ ഒരു ഫേവറേറ്റ് സ്ലോഗൻ ആണല്ലോ ഡീഫണ്ട് ദ പോലീസ് എന്നൊക്കെ പറയുന്നത്. മിക്ക റിച്ച് കിഡ്സും പാരന്റ്സിന്റെ പൈസ ഒക്കെ എടുത്തിട്ട് ചെലവാക്കുക എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ അല്ല ആപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ്. പക്ഷെ ഇയാളുടെ പാരന്റ്സിന്റെ അപമാനമാണ്. കാരണം ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാളുടെ ഒരു റെവല്യൂഷണറി ഫ്രാഞ്ചൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഇയാള് ബർഗ്ഷെയറിൽ ഒരു 300 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് കോമ്പൗണ്ട്. ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ബർഗ്ഷെയർ കമ്മ്യൂണിസ്റ്റ്. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് വരാം, മാർഷൽ ആർട്സ് ഉണ്ട്, ഒരു ലോക്കൽ ജിം ഉണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലില് എല്ലാവർക്കും ഒരു സബ്സിഡൈസ്ഡ് ലിവിംഗ് ആണ്. പൈസ ഇല്ലാത്ത അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇയാൾ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ലിവിംഗ് സബ്സിഡൈസ് ചെയ്യും. ഇയാള് ഏൺ ചെയ്ത പൈസ അല്ല കേട്ടോ, ഇയാളുടെ പാരന്റ്സിന്റെ ഇൻഹെറിറ്റൻസ് എടുത്തിട്ട് ഇയാള് ജനങ്ങളെ സേവിക്കും അവിടെ വന്നിരുന്നത്. പക്ഷെ അവിടെ അലജ് ചെയ്യപ്പെടുന്നത് ഡ്രഗ് യൂസും അതുപോലെ മാർഷൽ ആർട്സിന്റെ മറവില് ഒരുപാട് വേറെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് അലജ് ചെയ്യപ്പെടുന്നത് അവിടെ. ഇതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഡോജന്റെ തീം എന്താണെന്ന് വെച്ചാല് നോർത്ത് കൊറിയന്റെ ഫ്ലാഗ്, ചൈനന്റെ ഫ്ലാഗ്, ലെനിന്റെ ഫേസ് ബാനർ, നോർത്ത് കൊറിയന്റെ കിങ്ങിന്റെ ഫേസ് ബാനർ, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്വർഗരാജ്യം, പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചു. കാരണം ഇതിന്റെ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് ശരിക്കും ഒരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണോ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ, ഒരു ട്രെയിനിങ് ക്യാമ്പ് എന്തെങ്കിലും ആണോ കമ്മ്യൂണിസ്റ്റുകളുടെ.
അങ്ങനെ വിചാരിച്ചു പോകും ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ. ആൻഡ് ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഈ ഡ്രഗ് യൂസും ഇതുപോലെ ട്രെയിനിങ്ങും പാരാമിലിറ്ററി ട്രെയിനിങ്ങും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചെയ്യപ്പെടുന്നു. ഇതുപോലത്തെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് ഈ കാലവാൽഷ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി എത്തിപ്പെടുന്നത്. ആൻഡ് ഈ ഫെർജി ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഇയാളുടെ ഈ ക്രീപ്പി ആളുടെ അടുത്ത് നിന്ന് തെറ്റിപ്പോയ ഒരാളാണ് പറയുന്നത് ഈ ഇത്രയും ഐഡിയോളജിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ മദ്രസ പട്ടത്തിയായിട്ടുള്ള കാലവാൽഷ് അവസാനം കണ്ടുപിട്ട ആളായിരുന്നു ഈ ഫെർജി ചാമ്പേഴ്സ്. കാരണം ഇയാളും ഈ ഐഡിയോളജിന്റെ അങ്ങേത്തലക്ക് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റും ഇത്രയും ഐഡിയോളജിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൂടിയാണ് മീറ്റ് ചെയ്യുന്നത്. അത് നല്ലതിനല്ല. അതാണ് അവളുടെ ഒരു ലൈഫിൽ നടന്നൊരു ഏറ്റവും മോശമുള്ള കാര്യമായിട്ടാണ് ഇയാളുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരാൾ വന്ന് പറയുന്നത്. ഇയാളായിട്ട് തെറ്റിപ്പിരിഞ്ഞ ഒരു സോഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇയാളൊരു സോഷ്യോപാത്ത് ആണെന്നുള്ളത്. കാരണം അത്രയും ക്രീപ്പ് ആയിട്ടുള്ള ഒരാളാണ് ഇയാള്. അയാളാണ് ഈ വളരെ കുറച്ച് ഗേൾസ് മാത്രമേ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഹബിൽ താമസിച്ചിരുന്നുള്ളൂ. അതാണ് ഈ കാലവാൽഷ്. നമ്മളിപ്പോ ഇന്ത്യൻ ഓഡിയൻസ് ആയത് കാരണം നമ്മൾ വിചാരിക്കൂലേ എന്താണ് പാരന്റ്സ് ഇവിടെ ഈ ഒരു 17 വയസ്സുള്ള കുട്ടീനെ ക്യൂബയിലോട്ട് അയക്കുന്നു, അതുപോലെ വേറൊരാളുടെ കമ്മ്യൂണിസ്റ്റ് ഡോജയിൽ വന്ന് താമസിക്കാൻ സമ്മതിക്കുന്നു. എങ്ങനെയാണ് ഇത്രയും പ്രായത്തിലെ പാരന്റ്സ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഫ്രീഡം കൊടുത്ത് എല്ലായിടത്തും ട്രാവൽ ചെയ്യാനും ഒക്കെ ഉള്ള സ്പേസ് കൊടുക്കുന്നുള്ളത്? അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു അമേരിക്കൻ പാരന്റ്സ് ആയത് കാരണം അവർ അത്രയും ലിബറൽ ആയത് കാരണം പ്രൊഫസേഴ്സ് ആണ് വളരെ ലിബറൽ ആയത് കാരണമായിരിക്കും മക്കൾ എങ്ങനെ വിടുന്നത്. പക്ഷെ ഞാൻ വേറെ ഒരുപാട് ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് അവരും വളരെ ഷോക്ക്ഡ് ആണ്. കാരണം അവരും പറയുന്നത് നമ്മൾ അമേരിക്കൻ ആണ്, പക്ഷെ മക്കളെ എങ്ങനെ ക്യൂബയിലോട്ട് 4 വട്ടം വിടുക, ഇത്രയും പേര് കേട്ടൊരു സ്ഥലത്തേക്ക് 4 വട്ടം മക്കളെ വിടുക, അതുപോലെ ഇങ്ങനെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു ഡോജോയിൽ കമ്മ്യൂണിസ്റ്റ് ഡോജോയിൽ താമസിക്കാൻ മക്കളെ വിടുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് ഇവരുടെ ഒരു ഫാമിലി ഡൈനാമിക്സ് കുറച്ച് വീടായിട്ട് ക്രീപ്പേറ്റ് തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു കുട്ടി 4 വട്ടം ക്യൂബയിലോട്ട് പോവുക? ഓഫ് കോഴ്സ് ഇവർ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ട്രിപ്സും കാര്യങ്ങളൊക്കെ ഫണ്ടഡാണ്. ഇയാളൊരു ബില്യനെയർ ആയത് കാരണം തന്നെ ഈ ഡോജോയില് താമസമൊക്കെ ഇയാൾ സബ്സിഡൈസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഫണ്ട് ഇരുന്നാലും തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായപൂർത്തിയാവാത്തൊരു മകളെ വിടുമെന്ന് പറയുമ്പോൾ എനിക്കതൊരു വളരെ വീടായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നതാണ് ഇയാൾ കണ്ടതിന് ശേഷം ഇത്രയും റാഡിക്കൽ ആയിട്ടുള്ള 2 ആൾക്കാർ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് October 7th നടക്കുന്നത്. സോ 2023 ഹമാസ് ഇസ്രായേലിൽ കയറിയിട്ട് അവിടുത്തെ ആളുകളെ കൊലവിളിച്ചു. ആൻഡ് ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഇവരെല്ലാരും കൂടി മൊബിലൈസ് ചെയ്തു, ഈ കമ്മ്യൂണിസ്റ്റ് ഡോജയിലുള്ള ആളുകൾ എല്ലാവരും. അപ്പൊ ഇവർ ഏത് സൈഡ് എടുക്കാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ആളുകളാണ് ഇവരെല്ലാവരും. ആ സമയത്ത് ഇസ്രായേൽ തിരിച്ചിങ്ങോട്ട് പ്രതികരിച്ചിട്ടില്ല. October 7th കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഈ ഫെർജി ചേമ്പേഴ്സും ഈ വാൽഷും എല്ലാവരും കൂടി ഹൈപ്പർ ചാർജ്ഡ് ആയിട്ട് അവരുടെ ഫോളോവേഴ്സ് എല്ലാവരും കൂടെ ആ ഒരു ടൗണില്, ഈ ഡോജ എല്ലാ ടൗണില് വളരെ ലിബറൽ ആയിട്ടുള്ള ടൗൺ ആണ്, എന്നിരുന്നാലും അവിടെ ചെന്നിട്ട് ആൻഡ് ഓൾ US aid to ഇസ്രായേൽ ആൻഡ് ഇസ്രായേലും USA ടെററിസ്റ്റുകളാണെന്നുള്ള ബാനറൊക്കെ, ഇസ്രായേലും USA ടെററിസ്റ്റുകളാണ്, സ്വന്തം നിൽക്കുന്ന രാജ്യം ടെററിസ്റ്റ് ആണെന്ന് എഴുതിയിട്ടുള്ള ബാനർ പിടിച്ചിട്ട് ആ ടൗണിലൊക്കെ പോയിട്ട് സമരം ചെയ്യണം. ലിബറൽ ആയിട്ടുള്ള ടൗൺ വാസികളാണെങ്കിലും ഇത് കണ്ടിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. കാരണം നിൽക്കുന്ന രാജ്യം തന്നെ ടെററിസ്റ്റുകളാണ്, US is equal to ടെററിസ്റ്റ് എന്ന് പറയുമ്പം അവിടെ നിൽക്കുന്ന അമേരിക്കൻസ് തന്നെ കുറച്ച് അൺകംഫർട്ടബിൾ ആവുകയാണ്. ആൻഡ് ഈ ഒരു സമരം നടന്ന ശേഷം അവിടുത്തെ ലോക്കൽ പോലീസ് കുറച്ചൊരു അലാംഡായി ഇവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്. ആൻഡ് ഈ അമേരിക്കൻ മദ്രസ പൊട്ടത്തി October 7th നടന്നെങ്കിൽ November 7th ഇവള് ഇൻസ്റ്റഗ്രാമിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാല് വി നീഡ് ടു സ്റ്റാർട്ട് മേക്കിംഗ് പീപ്പിൾ ഹു സപ്പോർട്ട് ഇസ്രായേൽ ആക്ച്വലി അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ പബ്ലിക്. എന്ന് വെച്ചാല് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് പുറത്തിറങ്ങാൻ പേടി തോന്നുന്ന രീതിയിൽ നമ്മളാക്കി തീർക്കണം എന്നാണ് അവള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ആഹാ അന്തസ്. ആൻഡ് അവിടെ നിന്നിട്ട് ഈ വാൾഷും ഈ ഫെർജി ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഇയാളും ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാണ്, പലസ്തീൻ ആക്ഷൻ US. ആൻഡ് ഇത് മോഡൽ ചെയ്തിരിക്കുന്നത് പലസ്തീൻ ആക്ഷൻ UK ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇവർ ഈ ഓർഗനൈസേഷൻ പലസ്തീൻ ആക്ഷൻ US എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. സോ ആ ഓർഗനൈസേഷന്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് നല്ല ലക്ഷ്യങ്ങളല്ല. സോ ഇവരുടെ മെയിൻ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഓർഗനൈസേഷൻസ് ഇസ്രായേലി യൂറോപ്യൻ ഡിഫൻസ് കമ്പനീസിനെ സബോട്ടേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് മാനുവൽ വരെ അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. സോ അവരുടെ ഒരു മെയിൻ ടാർഗറ്റ് ആയിരുന്നു എൽബിറ്റ് സിസ്റ്റംസ്. സോ എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ഒരു ഇസ്രായേലി കമ്പനിയാണ്. സോ ഈ ഇസ്രായേലി കമ്പനിനെ ടാർഗറ്റ് ചെയ്യാനും അവർ ആ സമയത്ത് പ്ലാൻ ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള സംഭവം എന്താന്ന് പറയട്ടെ, ഇത് കേട്ട ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലോൺ ആയി പോകും. ഇത് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിക്കുന്നോട് നിർത്തി കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. ഈ ഫെർജി ചേമ്പേഴ്സ് എന്നുള്ള ഈ മില്യനെയർ USA വിട്ടു, USA രക്ഷപ്പെട്ടു. ആൻഡ് USA രക്ഷപ്പെട്ട അയാൾ എങ്ങോട്ടാ പോയതെന്ന് അറിയോ? തുനീഷ്യയിലോട്ട് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അൽഫാം വെന്തില്ല, ഇയാൾക്ക് സ്വീകരിക്കാൻ പറ്റിയ മതാണ്.
എന്നിട്ട് ഇയാൾ അയർലൻഡിൽ പോയിട്ട് സെറ്റിൽ ചെയ്തു. ഇതുപോലത്തെ ഒരു സോഷ്യോപാത്തിനെ സ്വീകരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു മതം അതാണ് ഇസ്ലാം. അപ്പോൾ ഇയാളായിട്ടുള്ള കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് പലസ്തീൻ ആക്ഷൻ US ഫോം ചെയ്തൊക്കെ അങ്ങനെ സ്റ്റേജ് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററാണ് എൽബിറ്റ് സിസ്റ്റംസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽബിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു ഇസ്രായേലി കമ്പനിയാണ്. ആൻഡ് 2023 ഒക്ടോബർ 30 ഇവള് ഈ എൽബിറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റിക്ക് എതിരായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇവള് എന്താ ചെയ്തെന്ന് വെച്ചാല് ഇവളുടെ കൂടെയുള്ള കുറച്ച് ആക്ടിവിസ്റ്റുകളും കൂടെ ഈ എൽബിറ്റ് സിസ്റ്റത്തിന്റെ എൻട്രൻസിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം. സോ നിങ്ങൾ ഈ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾ നമുക്ക് ചെയ്യുന്ന പ്രൊട്ടസ്റ്റ് കണ്ടാലറിയാം. ഇവർ ചിലപ്പോൾ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് ആർട്ട് വർക്ക് ഒക്കെ വല്ല പെയിന്റ് ഒക്കെ ഒഴിച്ച് നശിപ്പിക്കും. എന്നിട്ട് കോൺക്രീറ്റ് ആണെങ്കിൽ കയ്യിൽ കോൺക്രീറ്റ് ആക്കിയിട്ട് നിലത്ത് കൈ പേസ്റ്റ് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഗേറ്റിന്റെ ഫ്രണ്ടിൽ അവരെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചെയ്തിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാം. സോ അതുപോലെ ഇവള് ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇവളുടെ കൂടെ ഒരു 4 ആൾക്കാരായിട്ട് ഇവർ പിന്നെ ഈ എൽബിറ്റ് സിസ്റ്റത്തിനെതിരെ സ്മോക്ക് പെല്ലറ്റ്സ് എറിയാം, എഗ്സ് എടുത്ത് എറിയാം, അതുപോലെ ആന്റി ഇസ്രായേൽ സ്ലോഗൻസ് മുഴക്കുക, അങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഒരു മൈനർ ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മേജർ എസ്കലേഷൻ വന്നത് നവംബർ 20 ഈ അമേരിക്കൻ മദ്രസ പൊട്ടത്തിയും വേറെ 2 ആക്ടിവിസ്റ്റുകളും കൂടിയിട്ട് നവംബർ 20 ന്യൂ ഹാംഷെയറിലെ എൽബിറ്റ് സിസ്റ്റത്തിൽ ചെന്നിട്ട് അവിടുത്തെ എഞ്ചിനീയറിംഗ് ഫെസിലിറ്റിനെ ടാർഗറ്റ് ചെയ്തു. രാവിലെ എംപ്ലോയീസ് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് ലാഡർ ഉപയോഗിച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂഫിലോട്ട് കയറിയിട്ട് അവിടുത്തെ സ്കൈലൈറ്റ്സ്, വെന്റിലേഷൻ സിസ്റ്റംസ് ഒക്കെ ഹാമർ ഉപയോഗിച്ചിട്ട് തകർക്കണം. പിന്നെ ഫ്രണ്ട് സൈനിൽ റെഡ് പെയിന്റ് ഒഴിക്കുക. പിന്നെ ഒരുപാട് ആന്റി ഇസ്രായേൽ ഗ്രാഫിറ്റി എഴുതുക. ആൻഡ് ഇതൊക്കെ ഇവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഇവര് സോഷ്യൽ മീഡിയയിൽ ഇവര് പോസ്റ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എൽബിറ്റ് സിസ്റ്റംസ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നിടത്തോളം നമ്മളുടെ കയ്യിൽ ചോരയാണ് എന്നുള്ളത്. ആൻഡ് ഈ പോലീസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇവർ ആ ദിവസം അന്ന് അവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ $1 million ആണ്. അത്രയും നാശനഷ്ടം ഇവർ ആ സമയത്ത് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ഇവൾക്കൊരു ക്രിമിനൽ ചാർജ് ആ സമയത്ത് വരുന്നത്. അതില് റൈറ്റ്, ബർഗ്ലറി, ഫാൾസിഫൈങ് ഡോക്യുമെന്റ്സ്, പ്രോപ്പർട്ടി ഡാമേജ്, അങ്ങനെ പല ചാർജസ് ഇവൾക്ക് നേരെ ചുമത്തുകയുണ്ടായി. ആൻഡ് അവര് പറയുന്നത് ഇതൊരു സാധാ ഒരു പ്രൊട്ടസ്റ്റ് അല്ല, ഇവൾക്ക് ഇന്റർനാഷണൽ ഫണ്ടിങ് കിട്ടുന്നുണ്ടെന്നാണ്. അല്ലെ കറന്റ് ആൻഡ് ഫോമർ US ഒഫീഷ്യൽസ് പറയുന്നത് വെച്ചാല് ഇവള് ക്യൂബയിലായിരുന്ന സമയത്ത് പാരാമിലിറ്ററി ട്രെയിനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഇന്റലിജൻസ് സ്റ്റൈൽ സ്കൂളിംഗ് കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ആക്രമണങ്ങൾ നടത്താൻ പറ്റിയത് എന്നാണ് അവർ കരുതുന്നത്. ആൻഡ് ഇത്രയും $1 million നാശനഷ്ടം ഉണ്ടാക്കിയിട്ടും ഇവർക്ക് ആകെക്കൂടെ കിട്ടിയത് 2 മാസം ജയിലാണ്. ഈ ആക്ടിവിസ്റ്റുകൾ ഇവള് കൂടെ ഉണ്ടായിരുന്ന 4 ആക്ടിവിസ്റ്റുകൾക്കും കൂടെ കിട്ടിയത് ഓരോരുത്തർക്കും 2 മാസം വീതം ജയിൽ. ആൻഡ് ഇവളുടെ കോർട്ട് ഹിയറിംഗിൽ ഇവള് വന്നിട്ട് കഫിയെ ധരിച്ചിട്ട് ഫ്രീ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് പിന്നെ ജയിലിൽ പോയത്. ആൻഡ് ആ സമയത്ത് അവിടുത്തെ റിപ്പബ്ലിക്കൻ ലോ മേക്കേഴ്സ് പറഞ്ഞിരുന്നു ഇത് വളരെ റെഡ്യൂസ്ഡ് സെന്റൻസ് ആണ്, ഇത്രയും ഡാമേജസ് ഉണ്ടാക്കിയതിനും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് 2 മാസം വളരെ കുറവാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് 2 മാസം കിട്ടിയുള്ളൂ. സാധാരണ ആൾക്കാരുടെ പോലെ ഇവളൊരു ജയിലിൽ പോയിട്ട് ഗോതമ്പുണ്ടൊക്കെ ഒഴിച്ച് 2 മാസം കൊണ്ട് ലൈഫ് ഒന്ന് റീവാലുവേറ്റ് ചെയ്ത് നന്നാവാം എന്ന് തീരുമാനിക്കില്ല. കൂടുതൽ റാഡിക്കലായിട്ടാണ് ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ആക്ടിവിസം വളരെ പൂർവാധികം ശക്തിയോടുകൂടെ കണ്ടിന്യൂ ചെയ്യാണ്. അവള് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യാണ്, ഒരു ആംസ് ട്രെയിനിങ്, എവിടെയാ സ്ഥലം എന്നറിയില്ല, അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ ആണ്, പക്ഷെ ആംസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നത് ഒരു ഫോട്ടോ ഇവള് ഇടുകയാണ്. ആൻഡ് ഇവള് ഇസ്രായേലിനെതിരെ ദ സ്കം ഓഫ് നേഷൻസ് ആൻഡ് ദ പിഗ്സ് ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ലോഗൻസ് റേസ് ചെയ്യും. ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ആന്റി ഇസ്രായേൽ എൻകംപൻസിനെ പിന്തുണച്ച് ന്യൂയോർക്കിലോട്ട് പോവുകയൊക്കെ ചെയ്തു. ഇനി ഇതുപോലത്തെ റാഡിക്കൽ ആക്ടിവിസം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പൊളിറ്റിക്കൽ വയലൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവള് എത്തിയതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ചാപ്റ്റർ 6 കിടക്കാം. ഇവള് പൊളിറ്റിക്കൽ വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് ഏലിയസ് റോഡ്രിഗസ് എന്ന് പറഞ്ഞ ആള്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കഴിഞ്ഞ വർഷം എംബസി ചെന്നിട്ട് 2 ഇസ്രായേലി സിറ്റിസൻസിനെ വെടിവെച്ച് കൊന്നു. 2 കപ്പിൾസ് ആയിരുന്നു. ഒരു കാരണമില്ലാണ്ട് വെറുതെ പോയിട്ട് ഇസ്രായേലി ആണ് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ആ 2 പേരുടെയും, അവർക്ക് ശരിക്കും ഡുവൽ നാഷണാലിറ്റി ഒക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും ഇവന് ജൂതനാണെന്നുള്ളൊരു കാരണം കൊണ്ട് അവർ 2 പേരെയും വെടിവെച്ച് കൊല്ലുകയാണ്. സോ ഈ ഒരു ക്രിമിനലിനെ ഇവള് പിന്തുണക്കണം. ഇവളും ഏലിയസ് റോഡ്രിഗസും ഏകദേശം ഒരേ സർക്കിളിലായിരുന്നു, ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസിൽ ഇവരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇയാളെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഏലിയസ് റോഡ്രിഗസ് ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇവള് രൂപീകരിച്ചു. ആൻഡ് അതിനുശേഷം അവൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് റോഡ്രിഗസ് ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ 2 ആൾക്കാരെ വെടിവെച്ച് കൊന്ന ഈ റോഡ്രിഗസ് ചെയ്ത പ്രവൃത്തി ഫുള്ളി ജസ്റ്റിഫൈഡ് എന്നാണ്. ജനസൈഡ് തടയാൻ വേണ്ടിയിട്ട് വയലൻസ് ഉൾപ്പെടെ എന്ത് ആക്ഷൻ എടുക്കുന്നതും നമ്മളുടെ മോറൽ ഡ്യൂട്ടി ആണെന്നാണ് അവൾ എഴുതിയത്. ഒരു രാജ്യം വേറെ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുന്നത് തടയാനായിട്ട് നമ്മൾ ഈ രാജ്യത്തുനിന്ന് ഒന്നും അറിയാത്ത വേറെ കുറച്ച് ആളുകളെ കൊന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ് ഈ ബുദ്ധിമതി എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഇമ്പോർട്ടന്റ് ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. കാരണം ഇവിടെ ഇനി പൊളിറ്റിക്സ്, പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല, റെവല്യൂഷണറി ബിഹേവിയറിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ കൊള്ളയും കൊലവും കൊലപാതകവും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു ലാംഗ്വേജിലോട്ട് ഇവള് എത്തിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് ഇതും ഇനി ഒരു സ്റ്റെപ്പ് ഫെർദർ ആയിട്ട് കിടക്കുകയാണ്. മാർച്ച് 3 ഇറാനിയൻ ഡ്രോൺ സ്ട്രൈക്കില്
4 അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. സോ ഇവളുടെ നാട്ടിലുള്ള, ഇവൾ സിറ്റിസൺ ആയിട്ടുള്ള നാട്ടിലുള്ള 4 അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. സോ ഈ സോൾജേഴ്സിനെതിരെ ഇവളെ കളിയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയതാണ്, ഈ സോൾജേഴ്സ് ഫാഷിസം, ജെനോസൈഡ്, പീഡോഫീലിയ, കാനിബലിസം അതിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടെയാണ് മരിച്ചതെന്ന്. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ഇന്ത്യൻ സോൾജേഴ്സ് ആണ് എനിമി അറ്റാക്ക് കാരണം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് സോൾജേഴ്സിനെതിരെ അവര് കാനിബൽസ് ആണ്, ഫാഷിസ്റ്റ് ആണ്, ജെനോസൈഡ് ആണ്, പീഡോഫൈൽസ് ആണ് എന്നൊക്കെ സോൾജേഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. പക്ഷെ ഇവളങ്ങനെ പോസ്റ്റ് ചെയ്തു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവള് പോസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞു, അവളുടെ കാര്യം നോക്കി പോയി. വളരെ സിമ്പിൾ ആയിരുന്നു. ആൻഡ് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവള് മരിച്ച 4 സോൾജേഴ്സ് ഉണ്ട്, അവരുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവളിങ്ങനെ എഴുതുന്നത്. പക്ഷെ ഞാൻ ഇവളുടെ എക്സ് എടുത്ത് നോക്കിയപ്പം ഇങ്ങനെ അമേരിക്കൻ സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ മോക്ക് ചെയ്ത് സംസാരിച്ച് ഇവള് യഹിയ സിൻവറിനെ മാർട്ടിയർ എന്ന് വിളിക്കുന്ന വേറൊരു പോസ്റ്റ് ഉണ്ട്. യഹിയ സിൻവറിനെ കൊല്ലപ്പെടുത്തി, യഹിയ സിൻവർ മാർട്ടിയർ ആണ്. അപ്പൊ ഈ മരിച്ച അമേരിക്കൻ സോൾജേഴ്സ് ഒക്കെ വളരെ മോശക്കാരും കാനിബിൾസും ശവന്തീനികൾ എന്നാണ്, കാനിബിൾസ് എന്നാണ് അവൾ വിളിച്ചത്. പക്ഷെ യഹിയ സിൻവർ ഷഹീദും. ഇതൊരു ടിപ്പിക്കൽ വോക്കിന്റെ തലച്ചോറ് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കച്ചറ പുറത്തു വരും. അതുമാത്രമല്ല ഇവള് US-ലെ മിസൈൽ പ്രൊഡക്ഷൻ ഏരിയാസിന്റെ ലിസ്റ്റ്, മിസൈൽ പ്രൊഡക്ഷൻ സൈറ്റ്സിന്റെ ലിസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വിടണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സീക്രട്സ് ചോർത്തി കൊടുക്കുന്നത് രാജ്യദ്രോഹമാണ്. പക്ഷെ ഇവൾ അങ്ങനെ ചെയ്തു. അത് US-ന്റെ മിലിറ്ററി സീക്രട്സ് എടുത്തിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇവള് കൊടുത്ത വേറെ ഇന്റർവ്യൂവിൽ ഇവള് പറയുന്നതാണ്, ജനങ്ങള്, വെസ്റ്റിലുള്ള ജനങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല. വാൻഡലിസം, ഇപ്പൊ വെസ്റ്റിലുള്ള ജനങ്ങൾ ഇപ്പം ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാൻഡലിസം ചെയ്യുന്നത് മാത്രം പോരാ, അങ്ങനെ കുറച്ച് ആക്രമിച്ചാലൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. ശരിക്കും വയലൻസിലോട്ട് കടക്കണം, എസ്കലേറ്റ് ചെയ്യണം എന്നാണ് ഇവള് പറയുന്നത്. ആൻഡ് അങ്ങനെ എസ്കലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഡ്യൂട്ടി വെസ്റ്റിലെ ജനങ്ങൾക്ക് ഉണ്ടെന്നാണ് ഈ മദ്രസ പൊട്ടി പറഞ്ഞു കൊടുക്കുന്നത് ഇവളുടെ ഇന്റർവ്യൂസിൽ. ഇനി ഇവൾ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബെയ്റൂത്തിലെത്തി, ഇറാനിലെത്തി, ആട് മേയ്ക്കാനും ഇവൾ അവസാനമായിട്ട് അവിടെ എങ്ങനെ എത്തി, അതാണ് പാർട്ട് 7 പറയാൻ പോകുന്നത്. അവള് ഫോർമലായിട്ട് ഒക്ടോബറിൽ ബെയ്റൂത്തിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാണ്ടായത്. അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഹെസ്ബുള്ളയാണ്. ആൻഡ് അവിടെയാണ് അവൾ താമസിക്കുന്നത്. ആൻഡ് അവിടെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയില്, പ്രത്യേകിച്ച് US സാങ്ഷൻ ചെയ്ത പ്രസ് TVയില് റെഗുലർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് ഇവള് വർക്ക് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെഹ്റാന്റെ ഒരു ജൻസി പ്രോപ്പഗാൻഡിസ്റ്റ് ആയിട്ട് ഇവള് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏർലി ഫെബ്രുവരിയിലാണ് അവള് ഇറാനിലോട്ട് പോയത്. ആൻഡ് ഇത് ഒരു ഇറാൻ ബാക്ഡ് മീഡിയ ഡെലിഗേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇറാനിന് സപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് US-ഉം ഇസ്രായേലും ഇറാൻ ആക്രമിക്കുന്ന സ്ഥിതിക്ക് ഇറാനിന് ജനങ്ങളുടെ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു യൂസ്ഫുൾ ഇഡിയറ്റ് ആണ് ഇവള്. ആൻഡ് ഇന്റർനാഷണൽ സപ്പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു അമേരിക്കൻ വനിത യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സപ്പോർട്ട് ബിൽഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് ഇറാൻ ഇവളെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറാനിൽ പോയിട്ട് അവിടെയുള്ള മീഡിയ ഓഫീസസ്, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ്, എയർ സ്ട്രൈക്ക് ഏരിയാസ്, എയർ സ്ട്രൈക്ക് ഡാമേജ് ഉണ്ടാക്കിയ ഏരിയാസ്, സ്ട്രാറ്റജിക് മിലിറ്ററി ഫെസിലിറ്റി എല്ലാം ഇവള് വിസിറ്റ് ചെയ്യണം. ആൻഡ് അവളെ IRGC ഇറാന്റെ മിസൈൽസ്, ഡ്രോൺസ്, കാപ്പബിലിറ്റീസ് ഒക്കെ കാണിക്കുന്ന ഒരു സൈറ്റിൽ ഇവളെ കൊണ്ടുപോവാണ്. അവിടെ നിന്നിട്ടാണ് ഈ മദ്രസ പൊട്ടത്തി വളരെ വൈറലായിട്ടുള്ള ഒരു പ്രസംഗം പ്രസംഗിക്കുന്നത്. ഈ ക്ലിപ്പ് വൈറലായിട്ടുണ്ടായിരുന്നു, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ അങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ വൈറലാവുണ്ടായി. അങ്ങനെ സ്വന്തം നാടിനെ, ഒരു അമേരിക്കനായ ഈ കുട്ടി പറയാണ് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന്, അതും എനിമി രാജ്യത്ത് പോയിട്ട്. ഇനി ഇവൾക്ക് അമേരിക്കയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കൊരു ഉറപ്പില്ല. ആൻഡ് ഇങ്ങനത്തെ ഫോറിൻ ഗസ്റ്റുകളെ സ്റ്റേജ് അപ്പിയറൻസസ് ഒക്കെ ടൈറ്റ്ലി മാനേജ്ഡ് ആണ്. ഇവര് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ വെറ്റ് ചെയ്തിട്ട് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇവർ റിക്രൂട്ട് ചെയ്ത് ഈ ഗസ്റ്റുകളെ എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടെ എന്ത് കാണിക്കണം എന്നൊക്കെ ഇറാന്റെ സ്റ്റേറ്റ് TV കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. IRGC കുട്ടിനെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഫിയർ എന്താണെന്ന് വെച്ചാൽ അവള് സോഷ്യൽ മീഡിയ അപ്പിയറൻസ് മാത്രമല്ല ഈ ഐഡിയോളജി ആംപ്ലിഫൈ ചെയ്യാനും അതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അവള് സഹായിക്കുന്നുണ്ട്, അവള് IRGCനെ സഹായിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഭയം. അവള് ബെയ്റൂത്തിൽ നിന്ന് എടുത്ത പല ഇന്റർവ്യൂസിലും പല ഷോസിലും ടെററിസ്റ്റ് ആയിട്ടുള്ള കാസിം സുലൈമാനി ഒക്കെ വളരെ നന്നായിട്ട് പൊക്കി പറയുന്ന ഇന്റർവ്യൂസ് ആണ് അവൾ കൊടുത്തോണ്ടിരുന്നത്. ഇറാനിയൻസ് പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെടുമ്പോൾ അത് ശരിക്കുള്ള പ്രൊട്ടസ്റ്റേഴ്സ് അല്ല, മൊസാദ് ഏജൻസ് ആണ് അവര്, മൊസാദാണ് ഇതിന്റെ പിന്നിൽ എന്ന് അവള് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നത്. ആ സമയത്ത് അവൾ ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് 20,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ റിപ്പോർട്ട്സ് പ്രകാരം. അപ്പോഴാണ് അവള് ഇരുന്ന് പറയുന്നത് ഇത് മൊസാദ് ഏജൻസ് ആണ്, ഇതൊന്നും പ്രൊട്ടസ്റ്റേഴ്സ് അല്ല, ഇതിന്റെ ഒക്കെ ഇതൊക്കെ മൊസാദാണെന്ന് പറയുന്നത്. അപ്പൊ ഫൈനലി ഇവള് ശരിക്കും ഒരു IRGCന്റെ ഒരു ടൂളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. IRGC ചെയ്യുന്ന എല്ലാതും സപ്പോർട്ട് ചെയ്യാനായിട്ടും അവരുടെ ഒരു പപ്പറ്റായിട്ട് ഇവള് മാറിക്കഴിഞ്ഞിരിക്കണം. പാർട്ട് 8 കടക്കുമ്പോൾ ഇവളുടെ വാച്ച് ലിസ്റ്റിൽ ഇവളുണ്ട്. അതുപോലെ ലീഗൽ റിസ്ക്, US-ലോട്ട് തിരിച്ചു വരുന്നത്, US ഒഫീഷ്യൽസിന്റെ റിപ്പോർട്ട്സ്, അത് നമുക്ക് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോ ഇവള് US-ന്റെ
സസ്പീഷ്യസ് പേഴ്സൺസിന്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. കാരണം ഇവൾക്ക് ക്യൂബ, ഇറാൻ ഗവൺമെന്റ്സ്, എനിമി ആയിട്ടുള്ള കൺട്രീസിനായിട്ടുള്ള ഗവൺമെന്റ്സുമായിട്ട് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡീലിംഗ്സ് ഇവൾക്കുണ്ട് ഓൾറെഡി. കൂടാതെ ഹെസ്ബുല്ല, PFLP പോലുള്ള US ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഇവൾക്ക് ബന്ധമുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ബന്ധമുള്ള കാരണം ഇനി US മടങ്ങിയെത്തുമ്പോൾ ചാർജസ് നേരിടേണ്ടി വരാമെന്ന് പറയപ്പെടുന്നുണ്ട്. സോ ഇതാണ് കൗണ്ടർ ടെററിസ്റ്റ് ഒഫീഷ്യൽസ് ഇവളെ കുറിച്ച് ഇപ്പൊ പറയുന്ന കാര്യം. കാരണം ഇവൾക്ക് ഒരുപാട് ചാർജസ് നേരിടേണ്ടി വരാന്നുള്ളത്. ഒരു സീനിയർ നാഷണൽ സെക്യൂരിറ്റി ഓഫീസറിന്റെ കോട്ട് പ്രകാരം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അമേരിക്കയിൽ അറസ്റ്റഡ് ആയിട്ടുള്ള ഒരാള് ഇതുപോലെ ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഇത്രയും ക്ലോസ് ബന്ധം പുലർത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് ആള് പറയുന്നത്. ആൻഡ് അവള് വളരെയധികം എക്സ്പോസ്ഡ് ആയി ഈ സമയത്തിനുള്ളിൽ നിന്നാണ് ആള് പറഞ്ഞു. ആൻഡ് ഇതിന് ഒരു ഫാമിലി ആംഗിളും കൂടെ ഉണ്ട്. ഇവളുടെ പാരന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫസേഴ്സ് ആണ്. ഇവൾക്ക് വേറെ 3 സിബ്ലിങ്സ് ഉണ്ട്. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങൾക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ഇവളോട് പൊളിറ്റിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. ഇവളുടെ ആശയങ്ങളോട് ഞങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇവളെ ഞങ്ങൾ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇവൾ നമ്മളെ മകളാണ്. സോ അഗാധമായിട്ട് ഇവളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവളുടെ പാരന്റ്സ് പറയുന്നത്. ആൻഡ് ഈ ഒരു റിയാലിറ്റി കാല എന്ന് പറഞ്ഞ പെൺകുട്ടി തന്നെ അക്സെപ്റ്റ് ചെയ്തായിട്ട് അവൾ തന്നെ അവളുടെ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പം അവള് വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷൻസിനായിട്ടും അവള് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളായിട്ടും ഒന്നും അവൾക്ക് ഇനി ബന്ധപ്പെടാൻ പറ്റില്ല എന്നുള്ളത് അവൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവളെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇവളെ പറ്റിയിട്ട് ആരി ക്രൂഗ്ലാൻസ്കി എന്ന് പറഞ്ഞൊരു പ്രൊഫസർ, സൈക്കോളജി പ്രൊഫസറും ഒരു എക്സ്ട്രീമിസത്തിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, കാലയെ മനസ്സിലാക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നാണ്. കാരണം അവള് ക്വസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസിന്റെ ഡ്രൈവിലാണ്. ആൻഡ് അവള് ചെയ്യുന്ന എല്ലാം സിഗ്നിഫിക്കൻസ് നേടാനുള്ള വഴിയാണ്. ആൻഡ് ഈ ലൈന് വളരെ പ്രധാനമാണ്. കാരണം ക്വസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്, എന്തെങ്കിലും ആയിത്തീരണം, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ക്വസ്റ്റ് ഉണ്ടാവും അവൾക്ക്. അതാണ് ശരിയായിട്ടുള്ള ക്വസ്റ്റ് എന്ന് അവള് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് ഒരു ലക്ഷ്യം അവൾക്ക് ഉണ്ടായ സ്ഥിതിക്ക് ആ ലക്ഷ്യത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആട് മേക്കാൻ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കുറെ വർഷം കഴിഞ്ഞ് അവര് ഇവിടുത്തെ ആടുകളൊന്നും കൊള്ളില്ല, തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് തന്നെ പോകാന്ന് വിചാരിച്ചാലും ഈ നാട് അവർ സ്വീകരിക്കണം എന്നില്ല. ഒരു ചെറിയൊരു ടീനേജർ ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് നൽകുക, ബിലോങ്ങിങ്നെസ് നൽകുക, ഒരു ഹീറോ പരിവേഷം നൽകുക, സഫറിങ്ങിന് എക്സ്പ്ലനേഷൻ നൽകുക, അതുപോലെ ശത്രുക്കളെ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ബബിളിൽ നിന്ന് പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 17ാമത്തെ വയസ്സിലാണ് ക്യൂബയുടെ പ്രസിഡന്റ് ആയിട്ട് ഇവള് കോൺവെർസേഷൻ ഒക്കെ നടത്തുന്നത്. സോ ഇവളുടെ മനസ്സിൽ ഇവള് വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഫിഗർ ആയിട്ട് സ്വയം തോന്നിക്കാണണം. സോ ഇത്രയും ഒരു ഡ്രൈവ് ഉള്ള ഒരാളെ നമ്മൾ ഡീറാഡിക്കലൈസ് ചെയ്യാന്ന് പറഞ്ഞത് ചില്ലറ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം ഇതിപ്പോ അവൾക്കൊരു ഐഡിയോളജി മാത്രമല്ല, ഇവളുടെ ഐഡന്റിറ്റിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇവിടെ ലെബനനിലെ ബെയ്റൂത്തിൽ ഇവളെ കണ്ട ആളുകൾ പറയുന്നത് ഇവള് ശരിക്കും ഒരു ആക്ട്രസിനെ പോലെയാണ്. കാരണം TV വരുമ്പോൾ മാത്രമേ ഇവള് ഈ ഹിജാബും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അവളുടെ ഒരു മോട്ടോർ ബൈക്കിൽ ലെബനൻ ചുറ്റിത്തിരിയുന്നു, അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നു, അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, അവള് പഠിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ TVയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അവള് വേറെ പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നത്. സോ ഒരു സോഷ്യോപാത്തിനെ പോലെയാണെന്നാണ് ഒരാൾ ഇവളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റാഡിക്കലൈസേഷൻ ചിലപ്പം ചില ആളുകൾ വിചാര റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ വലിയ കുറെ താടിയും മീശയും കുറെ തൊപ്പിയും വലിയ ജുബയൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരാണ്, ഒസാമ ബിൻ ലാദന്റെ പോലെ കാണാനും അയാളെ പോലെയുള്ള ആൾക്കാരാണ് റാഡിക്കൽസ്. ഇതുപോലെ സോയ് മിൽക്ക് ലാറ്റയും മുടി ക്രോപ്പ് ചെയ്ത് നടന്നിരുന്ന, ഫ്രീ പലസ്തീൻ വിളിച്ച് നടന്നിരുന്ന ഒരു അമേരിക്കയിലുള്ള ഒരു ടൗണിലൊരു കുട്ടിയും ഇവളും റാഡിക്കലാണ്. സെയിം ഡ്രസ്സല്ല എന്നുള്ളൂ. ആൻഡ് ഇവള് ഇറാനിയൻ സ്റ്റേറ്റ് TV വരുമ്പോഴും ഒക്കെ തട്ടിടുന്നുണ്ടെങ്കിലും ബെയ്റൂത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ജീൻസും കുപ്പായാണ് വേഷം. സോ ഒരു മിലിറ്റന്റിനെ അനുകരിക്കുകയാണോ അതോ ഇനി ഇവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇവളുടെ ഇരട്ടത്താപ്പ് എന്നുള്ളതും നമുക്കറിയില്ല. ഈ പെൺകുട്ടിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോഷണറി ടെയിലാണ്. ഇവിടെ പലർക്കും ഒരു വാർണിംഗ് സ്റ്റോറി ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ കാലവാൽഷിന്റെ സ്റ്റോറി. ഒരു ജെനുവിൻലി ടാലന്റ് ആയിട്ടുള്ള ഒരു യങ് ഓർഗനൈസർ ആയിരുന്നു അവൾ ആദ്യം. പിന്നെ ഡിസില്യൂഷൻമെന്റ് വന്നു അവളുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാണെന്ന എക്സ്പ്ലോയിറ്റേഷൻ ഫീലിങ്സ് വന്ന്, പിന്നെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിനോട് പുച്ഛം വന്നു, അതിനോട് ഡിസ്കസ്റ്റ് വന്ന്, പിന്നെ കമ്മ്യൂണിസത്തിലോട്ട് ഇൻട്രസ്റ്റ് വന്ന് ക്യൂബയിൽ പോയി, അവിടെ ഐഡിയോളജിക്കൽ വാലിഡേഷൻ കിട്ടി, റെവല്യൂഷണറിയോടൊരു റൊമാൻസ് തോന്നി, പിന്നെ ഒരു ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കിംഗ് നടത്തുക, അതിന് ശേഷം ഒരു മില്യനയർ ആയിട്ടുള്ള മാർക്സിസ്റ്റിനെ കാണുക, ഫേർജി ചാമ്പേഴ്സ്, ഫ്രീ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ബെയ്റൂത്തിലോട്ട് കടക്കുക, ഇറാനിന് വേണ്ടിയിട്ട് ഒരു ഷോ പീസ് ആവുക. അങ്ങനെ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഈ പെൺകുട്ടി മാറുകയാണ്. ഇപ്പൊ വെറും 21 വയസ്സുള്ളൂ. ഈ ഒരു പ്രായത്തിന്റെ ഇടയിൽ എവിടുന്ന് തൊട്ട് തുടങ്ങിയ ആക്ടിവിസ്റ്റ് ആണ് ഇപ്പൊ എവിടെ നിന്ന് അവസാനിക്കുന്നു. ഇതില്
എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് വെച്ചാല്, ഈ കുട്ടി അമേരിക്കയില് എല്ലാ ഫ്രീഡം എടുത്ത് ജീവിച്ച് 16 വയസ്സുള്ളപ്പം 27 വയസ്സായിട്ടുള്ള ഒരാള് അവള് ഗ്രൂം ചെയ്തെന്ന് പറഞ്ഞിട്ട് മീറ്റു മൂവ്മെന്റ്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള മീറ്റു മൂവ്മെന്റിനെ അവൾ യൂസ് ചെയ്തു. എന്നിട്ട് ഈ സെയിം ആള് തന്നെ ചെറിയ മക്കളെ പീഡിപ്പിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന കൊമേനിക്ക് വേണ്ടിയിട്ട് വാദിക്കണം. അയാൾക്ക് വേണ്ടിയിട്ട് ഹിജാബ് ഇടാണ്, IRGCക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഹിജാബും ഫുൾ സ്ലീവ് ഉള്ള അപായം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഫെമിനിസം പറഞ്ഞു നടന്ന ഇവള് നേരെ പോയിട്ട് ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിന്റെ ഒരു ടൂളായിട്ട് വെറും അവരുടെ ഒരു പാവയായിട്ട് മാറാണ്. ഇവിടുത്തെ വോക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്കും യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. ഇവർക്ക് വേണ്ടിയിട്ട് വെറുതെ പ്രവർത്തിക്കുന്ന ഒരു ടൂൾസ് ആണ് നിങ്ങൾ. ഇത് കാണുന്ന യങ് ഗേൾസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ടീനേജ് ആകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇമ്പൾസീവ്നെസ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മുടെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്മളിപ്പോൾ എന്ത് ഇഷ്യൂ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അതിനോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ടീനേജർ ആകുമ്പോഴും ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാണ്, ഞാൻ ആ സമയത്ത് ഇസ്ലാമിന്റെ വലിയ ഫാനായിരുന്നു. ആ സമയത്ത് ഞാൻ ജാക്കിർ നായിക്കിന്റെ വീഡിയോസ് കാണുമ്പോഴും എന്റെ അൽഗോരിതം എനിക്ക് ജാക്കിർ നായിക്കിന്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് അപ്പം തന്നെ ബ്രിജിറ്റ് ഗബ്രിയലിന്റെ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യും. സോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്റെ യൂട്യൂബ് അൽഗോരിതം വർഷങ്ങൾക്ക് മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിലോട്ട് കടക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു എക്കോ ചേമ്പറിലാണ്. നിങ്ങൾ ഒരു പ്രോ പലസ്തീൻ ടീം ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോ പലസ്തീൻ വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ അൽഗോരിതം സജസ്റ്റ് ചെയ്യുള്ളൂ, പ്രോ ഇസ്രായേൽ സജസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഞാൻ പ്രോ ഇസ്രായേൽ ആണെങ്കിൽ പ്രോ ഇസ്രായേൽ മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ, പ്രോ പലസ്തീൻ സജസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു എക്കോ ചേമ്പറിൽ കുടുങ്ങിപ്പോയാൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമ്മൾ ഒപ്പോണന്റിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കൂല. നമ്മൾ നമ്മളുടെ വേൾഡ് വ്യൂ മാത്രമാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കും. ചിലപ്പം കുറച്ച് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈസെക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടുമായിരിക്കും. ഇത് അവർ പറയുന്നതിൽ കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്, ചിലപ്പോൾ അത് പ്രോപ്പഗാൻഡ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാനും ഉള്ള എബിലിറ്റി നമുക്ക് കൂടുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ടീനേജ് പ്രായത്തിൽ നമ്മളിപ്പം അഫ്കോഴ്സ് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുക. ഒരു അഡൽട്ട് ഒരു ഹോംലെസ് മാനിനെ കാണുമ്പോൾ അയാൾക്കുള്ള ഫീലിങ്സ് ആയിരിക്കും ചിലപ്പോൾ ഒരു ടീനേജ് ആകുമ്പോൾ നിങ്ങളൊരു ഹോംലെസ് മാനിനെ കണ്ടു കഴിഞ്ഞാൽ, പട്ടിണി എടുക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾക്ക് ലോകം മാറ്റിമറിക്കണം, ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യണം, സിസ്റ്റം മാറ്റണം, ഇങ്ങനെ ഒരാളും പട്ടിണി എടുക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് വളരെ സ്ട്രോങ് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫീലിങ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആണ്, ഇന്റൻഷൻസ് റൈറ്റ് പ്ലേസിലാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങളെ വഴിത്തിരിക്കാനായിട്ട് ഒരുപാട് ഗ്രൂപ്പ്സ് ഇന്റർനെറ്റിൽ ഉണ്ടാവും. നിങ്ങളുടെ ഈ ആങ്കർ, നിങ്ങളുടെ ഈ റേജ്, നിങ്ങളുടെ ഈ ബ്ലഡ് ബോയിലിങ് നിങ്ങളെ വഴി പിഴപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇന്റർനെറ്റിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഗെയിമിംഗ് വെബ്സൈറ്റ്സിലൊക്കെ അവിടെ സെൻസർഷിപ്പ് ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുണ്ടാവും. അതുപോലെ നിങ്ങൾ പറയുന്ന റെക്കോർഡിംഗ് ഉണ്ടാവില്ല. സോ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്കോ ചേമ്പറിലാവാതെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഏത് ഐഡിയോളജി ആണെങ്കിലും കുറച്ച് ഒരു ഫ്യൂ വീക്സ് മുന്നേ വളരെ ചെറിയൊരു പെൺകുട്ടിയൊക്കെ ആരിഫിന്റെ കോളിങ്ങിലൊക്കെ വിളിച്ചിട്ട് ഞാൻ എക്സ് മുസ്ലിം ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്നെ തെറി വിളിക്കുന്ന കുറെ ചെറിയ പയ്യന്മാർ, 18 വയസ്സിന് താഴെയുള്ള കുറെ ചെറിയ പയ്യന്മാരുണ്ട്. സോ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഏത് സെക്ഷനിലായാലും, ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്സിന്റെ ലെഫ്റ്റോ റൈറ്റോ എന്താവട്ടെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും ആ സമയത്ത്. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ലീഡറിന് ആ പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള അനുഭവത്തെക്കാളും നിങ്ങൾക്കായിരിക്കും അനുഭവം കൂടുതൽ. കാരണം നിങ്ങൾ ആ പ്രായം കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളും ടീനേജേഴ്സ് ആയപ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് കാണാതെ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ വളരെ ടെമ്പററി ആണ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് വളരെ വളരെ ടെമ്പററി ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊരു കോഗ്നിറ്റീവ് റിസ്ട്രെയിന്റ് എക്സസൈസ് ചെയ്യാം, കുറച്ചൊന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അടങ്ങുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിഡന്റലായിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ ചെന്ന് വിടേ, അല്ലെങ്കിൽ ഇതുപോലെ റാഡിക്കൽ ഗ്രൂപ്പിൽ ചെന്ന് വിടേ, അങ്ങനെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരല് വളരെ വളരെ പ്രയാസമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മോശമായിട്ടുള്ള ഒരാളെ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആണെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു റാഡിക്കൽ ഗ്രൂപ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളെ ആടുമേക്കാനൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളെ കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ഡീറാഡിക്കലൈസ് എന്ന് പറഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ ഡീറാഡിക്കലൈസ്ഡ് ആയാൽ പോലും ചിലപ്പോൾ ആ രാജ്യം നിങ്ങളെ തിരിച്ച് ഏറ്റെടുക്കണമെന്നില്ല. അത് ആ രാജ്യത്തിന് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല. കാരണം നിങ്ങൾ ആ സമയത്ത് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം പറഞ്ഞാലും, ഇവിടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അതാണ് ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലോങ് ഫോം ഡിബേറ്റ്സ് കാണാം. യൂട്യൂബിലൊക്കെ കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലുള്ള വളരെ പ്രോപ്പർ ആയിട്ടുള്ള ലോങ് ഫോം ഡിബേറ്റ്സ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ന്യൂസ് കാണുന്ന ഫുള്ള് ഇൻസ്റ്റാഗ്രാം റീൽസ് ആകുമ്പോൾ വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുക, പ്രത്യേകിച്ച് നമ്മളെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാകുമ്പോൾ. സോ ഇങ്ങനെയൊക്കെ റീൽസ് ഒക്കെ കണ്ട്, പ്രത്യേകിച്ച് റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഐസ് ട്രാക്ക് ചെയ്ത് നമ്മൾ ഐ മൂവ്മെന്റ് കുറച്ച് നേരം ഒരു റീലിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ റീൽസ് ആയിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ എക്കോ ചേമ്പറിൽ പെടാൻ യൂട്യൂബിനേക്കാളും കൂടുതൽ ചാൻസ് ഉള്ളത് ഇൻസ്റ്റാഗ്രാം ആണ്. സോ ഇങ്ങനെ എക്കോ ചേമ്പറിൽ പെട്ട് കഴിഞ്ഞാൽ അഡൽട്സ് ആയാൽ പോലും വളരെ ഡിഫിക്കൽട്ടാണ് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. സോ പ്രത്യേകിച്ച് ടീൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഒരുപാട് ലോങ് ഫോം ഡിബേറ്റ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് തോന്നുന്നത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പിയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ
നിങ്ങളെക്കാൾ അറിവുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുക. അതല്ലാതെ ഇതുപോലെ സമരത്തിനും രക്തച്ചൊരിച്ചിൽ പ്രകാരം ആളുകളെ കത്തിയെടുത്ത് കുത്താനും രാഷ്ട്രീയ പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിക്കാനും കുത്താനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് മാത്രമേ വേസ്റ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് മാത്രം അതിൽ നഷ്ടം വരുള്ളൂ. സോ ഈ ടീനേജ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ഫീലിങ്സ്, ഇപ്പൊ ഈ കാല എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ മദ്രസ പൊട്ടത്തേക്ക് പറ്റിയ പോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറയും വായിക്കണം, ഒരുപാട് വായിക്കണം, വായിച്ച് വളരണം എന്നൊക്കെ. പക്ഷെ ഇതുപോലെ ഈ കാല എന്ന് പറഞ്ഞ കുട്ടി 2 പ്രൊഫസേഴ്സിന്റെ മകളാണ്. ഒരുപാട് വായിച്ചിട്ടാണ് ആ കുട്ടി വളർന്നത്. സോ വായന മാത്രമല്ല, ഒരു തരം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. ഇപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഈ കാലന്റെ കാര്യത്തിൽ എന്റെ ഒരു അനാലിസിസ് എന്താന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള 2 പാരന്റ്സിന്റെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു മകൾ. സോ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ വളരുമ്പോൾ ആ ഒരു എക്കോ ചേമ്പറിലാണ് അവൾ പെട്ടുപോയത്. അവളുടെ ഐഡിയാസ് ഒപ്പോസ് ചെയ്യാൻ ആരുമില്ല. ആൻഡ് അവളുടെ ഐഡിയാസ് ഒപ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒപ്രസർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാറ്റഗറൈസ് ചെയ്യാൻ. അതാണ് ലെഫ്റ്റ് വിങ്ങിന്റെ ഒരു കുഴപ്പം എന്ന് പറയുവാണെങ്കിൽ. റൈറ്റ് വിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് വിങ് തെറ്റാണെന്ന് പറയുന്നുണ്ട്, ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കംപ്ലീറ്റ് തെറ്റ് എന്നുള്ള രീതിയിൽ അടച്ചാക്ഷേപിക്കുമ്പോൾ രണ്ടുപേരും ഒരു എക്കോ ചേമ്പറിൽ അകപ്പെടും. സോ അതുപോലെ എക്കോ ചേമ്പറിൽ അകപ്പെട്ടിട്ട് പോയ ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഈ കാല വാൽഷ്. അവള് കുറച്ച് ടെക് സേവി ആയതുകൊണ്ടും കുറച്ച് കാരിസ്മ ഉള്ളതുകൊണ്ടും അവളെ ഇറാനിലോട്ടും ക്യൂബയിലോട്ടൊക്കെ അവള് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ ബാക്കി ഒരുപാട് ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്തതോ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സോ ഇങ്ങനെ എക്കോ ചേമ്പറിൽ ആയി പോവാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എക്സസൈസ് ചെയ്യാതെ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഐഡിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയ ആയിട്ടുള്ള ഒരാളുടെ ഡിബേറ്റ് ഒക്കെ ലോങ് ഫോം ആയിട്ടുള്ള കണ്ടന്റ് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇതുപോലത്തെ ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളും ഇൻഫ്ലുവൻസിന് വളരെയധികം സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മൾ മാത്രം ഞാൻ വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ട് ഇതുപോലത്തെ ട്രാപ്പിൽ ഞാൻ വീഴില്ല എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അഡ്വർടൈസിങ്ങും അതുപോലെ ഇൻഫർമേഷനും വളരെ അഫ്ലുവന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് പടച്ചു വിടുന്നത്. സോ ഏതെങ്കിലും യങ് ഗേൾസ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, യങ് ഗേൾസ് മാത്രമല്ല ടീനേജേഴ്സ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള സ്ട്രോങ് ഫീലിങ്സ് ഒക്കെ വളരെ ടെമ്പററി ആണ്. അതൊന്ന് റിസ്ട്രെയിൻ ചെയ്യുക. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരുപാട് വർക്ക് ആയിട്ടുള്ള ആളുകൾ കാണണമെന്നാണ്. സോ എന്നാലും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസൈറ്റ് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ യൂട്യൂബ് എന്ത് ചെയ്യും, ഈ വീഡിയോ അവർക്ക് റെക്കമെൻഡ് ചെയ്യില്ല. യൂട്യൂബിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് പോലും എന്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. ഈ വീഡിയോ ഈ എക്കോ ചേമ്പർ കാരണം, അൽഗോരിതം കാരണം അവർക്ക് റെക്കമെൻഡ് ആയി പോവില്ല. ആൻഡ് അവരുടെ ഭാഗത്തുള്ള വീഡിയോ എനിക്കും റെക്കമെൻഡ് ആയി വരില്ല. സോ അതാണ് അൽഗോരിതത്തിന്റെ ഒരു പ്രശ്നം. സോ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കണം, നിങ്ങൾക്ക് ഒരു വർക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതുപോലെ ഇനിയും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ തോട്ട്സ് കമന്റ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് ബൈ.